നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് ആൻഡ് ഗ്രീൻ ഹിൽ ഭാഗം 4. 1910 സ്വീഡിഷ് അമേരിക്കൻ സാഹസികനായിരുന്ന ഒക്കെ അലഗോഡ് ലാംഗ അപ്പർ ആമസോൺ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ആമസോണിന്റെ പോഷക നദികളിൽ ഒന്നായ യവാരി നദിയിലേക്ക് വന്നു ചേരുന്ന ഇത്തക്കുവായി നദിയുടെ തീരത്തുള്ള ഫ്ലോറസ്റ്റ എന്ന സെറ്റിൽമെന്റിലാണ് ലാംഗ അവസാനം ചെന്നെത്തിയത്. ആ എസ്റ്റേറ്റിലെ റബ്ബർ ടാപ്പേഴ്സിന്റെ കൂടെ ജീവിക്കുവാനും ആമസോൺ വനങ്ങളിൽ വേട്ട നടത്തുവാനും വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹം കൈമൻ മുതലകളെയും അരാപ്പൈമുകളെയും പിരാനകളെയും അവസാനം വലിയൊരു അനക്കോണ്ടയെ തന്നെ വേട്ടയാടുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ലാംഗ ഇപ്പോൾ താമസിക്കുന്ന ഫ്ലോറസ്റ്റ റബ്ബർ എസ്റ്റേറ്റിന്റെ ഉടമ ഡെസിൽവ ലാംഗയോട് ഒരു ചോദ്യം ചോദിച്ചു. അനക്കോണ്ടയുടെ തൊലി എടുത്തതുപോലെ ഒരു ബ്ലാക്ക് ജാഗ്വാറിന്റെ സ്കിൻ കൊണ്ടുപോകാനായിട്ട് ലാംഗയ്ക്ക് താല്പര്യമുണ്ടോ എന്നായിരുന്നു ചോദ്യം. അയാളുടെ ഒരു ജോലിക്കാരൻ ഫ്രാൻസിസ്കോ അവന്റെ കീഴിലുള്ള തോട്ടത്തിൽ വെച്ചിട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരെണ്ണത്തിനെ വെടിവെച്ചിട്ടുണ്ട്. അവന്റെ കൂടെ കാട്ടിലേക്ക് പോയാൽ അതിന്റെ തൊലിയുമായിട്ട് മടങ്ങി വരാം. ഇത് കേട്ടതോടെ ലാംഗയ്ക്ക് ആവേശമായി. ഈ കൊടുങ്കാട്ടിൽ വെച്ച് ഒരു ജാഗ്വാറിനെ കണ്ടെത്തി കൊല്ലുക പ്രയാസമുള്ള പണിയാണ്. ഇപ്പോഴിതാ ഒരാൾ ഒരെണ്ണത്തെ വെടിവെച്ചിട്ടിരിക്കുന്നു. പണി എളുപ്പമായി. നേരെ ചെല്ലുക, തൊലി ഉരിഞ്ഞെടുക്കുക, അത്ര തന്നെ. അങ്ങനെ ലാംഗ ഫ്രാൻസിസ്കോയുടെ കൂടെ തോണിയിൽ ഫ്ലോറസ്റ്റയിൽ നിന്നും 2.5 മൈൽ അകലെയുള്ള അവന്റെ കുടിലിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി താൻ എങ്ങനെയാണ് ഈ ജാഗ്വാറിനെ വെടിവെച്ചതെന്ന് അവൻ ലാംഗയോട് വിവരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ അവൻ തന്റെ തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള കാട്ടിൽ നിന്നും ഒരു മുരൾച്ചയും വല്ലാത്തൊരു ശബ്ദങ്ങളും അവൻ കേട്ടു. അടുത്ത നിമിഷം ഒരു മാനിനെ ആക്രമിക്കുന്ന ബ്ലാക്ക് ജാഗ്വാറിനെയാണ് ഫ്രാൻസിസ്കോ കണ്ടത്. ആമസോണിൽ ആകെയുള്ള ജാഗ്വാറുകളിൽ 10% ബ്ലാക്ക് ജാഗ്വാറുകളാണ്. ഇവ പ്രത്യേക വിഭാഗമൊന്നുമല്ല, മെലനിസം കാരണം കറുത്ത നിറമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇവയ്ക്ക് ദൈവിക പരിവേഷമാണ് ആമസോൺ ട്രൈബുകൾക്കിടയിൽ ഉള്ളത്. അതുപോലെ തന്നെ അപ്പർ ആമസോണിലെ ഇടതൂർന്ന വനങ്ങളിൽ ഒരേ ഒരു തരം മാൻവർഗമാണ് കൂടുതലായും കാണപ്പെടുന്നത്. അത് ബ്രോക്കറ്റ് ഡിയർ എന്ന ഇനമാണ്. കണ്ടാൽ നമ്മുടെ കേഴമാനിനെ പോലെ ഇരിക്കുമെങ്കിലും അതുമായിട്ട് വിദൂര ബന്ധം മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ജോഡിയായോ ഒക്കെയാണ് ഇവ ജീവിക്കുന്നത്. രാത്രിയാണ് തീറ്റ തേടി ഇറങ്ങാറ്. പകൽ ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ കയറി വിശ്രമിക്കും. അങ്ങനെ വിശ്രമിച്ചിരുന്ന ഒരെണ്ണത്തെയാണ് ഇപ്പോൾ ഫ്രാൻസിസ്കോയുടെ മുന്നിൽ വെച്ചിട്ട് ജാഗ്വാർ പിടികൂടിയിരിക്കുന്നത്. മിക്കവാറും മരത്തിന്റെ മുകളിൽ നിന്നാവണം ജാഗ്വാർ മാനിനെ കണ്ടിരിക്കുക. എന്തായാലും തന്റെ മുന്നിൽ അപൂർവമായിട്ടുള്ള ഈ ബ്ലാക്ക് ജാഗ്വാറിനെ കണ്ടതോടെ ഫ്രാൻസിസ്കോ ഒട്ടും ആലോചിക്കാതെ കയ്യിലിരുന്ന തോക്കെടുത്ത് വെടിപൊടിച്ചു. വെടി കൊണ്ടെന്ന് മനസ്സിലായ ഫ്രാൻസിസ്കോ പിന്നെ അവിടെ നിന്നില്ല. അടുത്ത എവിടെയെങ്കിലും അത് ചത്തു വീഴുന്നത് വരെയും ജാഗ്വാറിന്റെ അരികിൽ ചെല്ലുന്നത് അപകടമാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ മൃഗം ഒരിടത്ത് അവശനായിട്ട് കിടക്കുന്നത് ഫ്രാൻസിസ്കോ ദൂരെ നിന്ന് കാണുകയും ചെയ്തു. അത് അവിടെ കിടന്ന് ഉടൻ തന്നെ ചാകുമെന്ന് ഉറപ്പാണ്. അയാൾ ഉടൻ തന്നെ അവിടം വിട്ട് തോണിയെടുത്തിട്ട് ഫ്ലോറസ്റ്റിൽ എത്തുകയും ഡെസിൽവയോട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. ജാഗ്വാറിന്റെ തൊലിക്ക് ഡെസിൽവ നല്ല വില നൽകാറുണ്ട്. അത് പറഞ്ഞുറപ്പിക്കുവാനായിട്ടാണ് ഫ്രാൻസിസ്കോ ഈ ദൂരം മുഴുവനും തുഴഞ്ഞ് ഇവിടെ എത്തിയത്. ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്ന യാത്രാനുഭവങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ ഇഷ്ടമുള്ള ആളുകളിൽ അവരുടെ പണം വളർത്തണം, ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ടാവും. അവർക്ക് വേണ്ടി പുതിയ നിക്ഷേപ അവസരങ്ങളെപ്പറ്റി ഞാൻ പരിചയപ്പെടുത്താറുണ്ട്. നിക്ഷേപങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് പണം പോകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. കാരണം അത്തരം കുറേ വാർത്തകളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ പേടിക്കണ്ട, ഇപ്പോൾ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിക്ഷേപിച്ച പണം മച്യൂരിറ്റിയിൽ 1 രൂപ പോലും നഷ്ടപ്പെടില്ല. അതോടൊപ്പം മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നല്ല ലാഭവും കിട്ടും. കാനറ HSBC ലൈഫാണ് ഈ ഒരു അവസരം ഒരുക്കുന്നത്. അവരുടെ നിഫ്റ്റി 500 മൾട്ടി ഫാക്ടർ 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. എന്നാൽ ഈ വരുന്ന ഒക്ടോബർ 13 വരെ മാത്രമേ ഈ NFOയിൽ നിക്ഷേപിക്കാനായിട്ട് അവസരമുള്ളൂ. കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനുമായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ NAV 10 രൂപയാണ്. നിങ്ങളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. ഈ NFOയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് 21.1%, കഴിഞ്ഞ 5 വർഷത്തിൽ 29.8% CAGR റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. ബാങ്കിനേക്കാൾ എത്ര മടങ്ങാണ് ഇവിടെ റിട്ടേൺ എന്ന് നോക്കൂ. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന് 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഉണ്ടാവില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപ വരെയൊക്കെ നിക്ഷേപിച്ചാൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കേണ്ട, ഈ NFOയുടെ അവസാന തീയതി ഒക്ടോബർ 13 വരെയാണ്. അതായത് ഇനി 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനും കഴിയും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ നേരിട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ
കഥകളൊക്കെ പറഞ്ഞ് ലാംഗയും ഫ്രാൻസിസ്കോയും അയാളുടെ കുടിലിൻ്റെ അരികിൽ എത്തിച്ചേർന്നു. ഒരു വലിയ നായയാണ് കുരച്ചുകൊണ്ട് അവരെ എതിരേറ്റത്. ഫ്രാൻസിസ്കോ ഒരു വിസിൽ ഊതിയതോടുകൂടി നായ അവരെ കാട്ടിലേക്ക് അനുഗമിച്ചു. ഈ പോക്കിലാണ് ലാംഗ തനിക്കൊരു അബദ്ധം പിണഞ്ഞതായിട്ട് തിരിച്ചറിഞ്ഞത്. കയ്യിൽ കോടാലിയുണ്ട്, എന്നാൽ കാലിയായ തോക്കാണ് കയ്യിലിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ജാഗ്വറിനെ കിട്ടിയതിൻ്റെ ആവേശത്തിമിർപ്പിൽ തോക്ക് ലോഡ് ചെയ്യുവാനും മറ്റ് സാധനങ്ങൾ കയ്യിലെടുക്കുവാനും ഒക്കെ ലാംഗ മറന്നുപോയി. ഒരു എക്സ്പീരിയൻസ്ഡ് വേട്ടക്കാരനോ പരിവേഷനോ ഒന്നുമല്ല നമ്മുടെ ഈ ലാംഗ. ഒരു സാധാരണ സഞ്ചാരി മാത്രമാണ്. അതിൻ്റെ കുറവുകൾ പലപ്പോഴും അദ്ദേഹത്തിന് വിനയാകാറുമുണ്ട്. ഫ്രാൻസിസ്കോയുടെ കുടിലിൽ നിന്നും ഏതാണ്ട് അരമണിക്കൂർ നടന്നു കഴിഞ്ഞപ്പോഴേക്കും തന്നെ വൈകുന്നേരം 5:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും തെറ്റായ തീരുമാനമായിരുന്നു. മുറിവേറ്റ ജാഗ്വറിനെ തിരക്കി പോകുവാനായിട്ട് പറ്റിയ സമയമൊന്നുമല്ല അത്. പക്ഷേ ഫ്രാൻസിസ്കോ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന നായ വിചിത്രമായ രീതിയിൽ പെരുമാറി തുടങ്ങി. അത് മുന്നോട്ട് പോകുവാനായിട്ട് കൂട്ടാക്കാതെ വെറുതെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവർ നായയെ അവിടെ തന്നെ വിട്ടിട്ട് മുന്നോട്ട് നീങ്ങി. ഫ്രാൻസിസ്കോ രാവിലെ ജാഗ്വറിനെ വെടിവെച്ച സ്ഥലത്ത് എത്തിയിട്ടും അതിൻ്റെ ശരീരം അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. വികൃതമാക്കപ്പെട്ട നിലയിൽ മാനിൻ്റെ ശരീരം അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഫ്രാൻസിസ്കോ ജാഗ്വറിനെ വെടിവെച്ചു എന്നത് ശരിയാണ്. പക്ഷേ അയാൾ അതിനെ മുറിവേൽപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. രക്തമൊലിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ആ മൃഗം രക്ഷപ്പെട്ടതിൻ്റെ പാടുകൾ വ്യക്തമായിട്ട് തന്നെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ധാരാളം പാഷ്യൂബ പനകൾ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. നടക്കുന്ന പന എന്ന പേരിൽ പ്രശസ്തമായിട്ടുള്ള ഒരു മരമാണ് ഇത്. ഇവയുടെ വലിയ ഏരിയൽ റൂട്ടുകൾ കണ്ടാൽ കാലുകളുള്ള ഒരു മരമാണ് എന്ന് നമുക്ക് തോന്നുകയുള്ളൂ. ഈ വേരുകൾ പല സ്ഥലങ്ങളിലേക്ക് പുതുതായിട്ട് മാറ്റി വളർത്തി പഴയ വേരുകൾ മണ്ണിൽ നിന്നും വിടുവിച്ച് സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് സാവധാനം നിരങ്ങി നീങ്ങുവാനായിട്ട് ഈ മരങ്ങൾക്ക് സാധിക്കുമെന്ന് ഒരു കാലത്ത് ആളുകൾ കരുതിയിരുന്നു. അതുകൊണ്ടാണ് വോക്കിംഗ് ഫാം എന്ന പേര് ഈ പാഷ്യൂബ മരങ്ങൾക്ക് ലഭിച്ചത്. എന്നാൽ ഇതിൽ വാസ്തവമൊന്നും ഇല്ല എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തായാലും ചിലവില്ലാതെ ഒരു കറുമ്പൻ ജാഗ്വാറിനെ വലയിലാക്കാമെന്ന് കരുതിയ ലാംഗ നിരാശനായി. നേരം ഇരുട്ടിയതോടെ തവളകൾ, ഹൗളർ മങ്കി, നിശാപക്ഷികൾ ഇവിടെയൊക്കെ ജൽപ്പനങ്ങൾ ഇരുട്ട് ശബ്ദത്തിലായി. അതോടുകൂടി ഇരുവരും ഭയന്നു തുടങ്ങി. മുറിവേറ്റിരിക്കുന്ന ജാഗ്വാർ അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവാനായിട്ട് സാധ്യതയില്ല. ഒരുപക്ഷെ ഏതെങ്കിലും മരത്തിൻ്റെ മുകളിൽ നിന്നും അത് അവരെ തന്നെ നോക്കി നിരീക്ഷിക്കുന്നുണ്ടാവാം. വെറും കോടാലി മാത്രമാണ് ലാംഗയുടെ കൈവശമുള്ളത്. ഇനിയും ഇതിനെ പിന്തുടരുന്നത് ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കിയ ലാംഗ നിരാശയോടെ ആ ശ്രമം ഉപേക്ഷിച്ചു. അങ്ങനെ അപ്പർ ആമസോണിലെ റബ്ബർ കാടുകൾ തേടി അവസാനം ഫ്ലോറസ്റ്റൈൽ വരെ എത്തിച്ചേർന്ന ലാംഗയ്ക്ക് സകലതും കിട്ടി. എന്നാൽ ഒരു ജാഗ്വാറിനെ മാത്രം ലഭിച്ചില്ല. എന്നാൽ ആമസോൺ തനിക്ക് ഇതിലും വലുതാണ് കരുതി വെച്ചിരിക്കുന്നത് എന്ന് ലാംഗ ആ സമയം സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 5 മാസക്കാലമായിട്ട് ഒക്കെ അലഗോൺ ലാംഗ ഫ്ലോറസ്റ്റ എന്ന സെറ്റിൽമെൻറ്റിലാണ് കഴിയുന്നത്. അതിൻ്റെ ഉടമ ഡെസിൽവയ്ക്ക് തൻ്റെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും സന്ദേശം അറിയിക്കുവാനുണ്ടെങ്കിൽ അത് ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോർ റൂമിൻ്റെ വാതിലിൽ എഴുതിയിടുകയാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം ഡെസിൽവയുടെ ഒരു സന്ദേശം സ്റ്റോർ റൂമിൽ എഴുതിയിരിക്കുന്നത് ലാംഗ കണ്ടു. മാർക്കസ്, ഫ്രൈത്തസ്, അനിച്ചസ്, മഗല്ലസ്, ജെറോം, ബ്രാബോ എന്നീ പേരുകളുള്ള 6 ആളുകൾ ഉടൻ തന്നെ ഒരു എക്സ്പെഡിഷന് തയ്യാറാകണം എന്നായിരുന്നു ആ സന്ദേശം. ഇതിൽ മാർക്കസാണ് തൊഴിലാളികളുടെ നേതാവ്. അയാളുടെ ഭാര്യയുടെ കൈയാണ് ലാംഗ മുമ്പൊരിക്കൽ അറുത്ത് മാറ്റിയത്. അവരിപ്പോഴും സുഖം പ്രാപിച്ചിട്ടുണ്ട്. കാട്ടിൽ പുതിയ കൗച്ചാക്ക് മരങ്ങൾ കണ്ടെത്തുവാനുള്ള സാഹസികമായിട്ടുള്ള യാത്രയാണ് ഇപ്പറഞ്ഞ മാർക്കസും മറ്റ് 5 പേരും കൂടി നടത്തുവാനായിട്ട് പോകുന്നത്. റബ്ബർ മരങ്ങളുടെ നാടൻ പേരാണ് കൗച്ചാക്ക്. പുതിയ മരങ്ങൾ കണ്ടെത്തുക മാത്രമല്ല, കണ്ടെത്തിയ മരങ്ങളിൽ നിന്നും പാലെടുത്ത് കട്ടയാക്കി പറ്റുന്നത്ര പുറത്തേക്ക് കൊണ്ടുവരികയും വേണം. ആമസോണിലെ ഏറ്റവും അപകടം പിടിച്ച യാത്രയാണ് ഇത്. കാരണം ഇതേ ഉദ്ദേശത്തിൽ മറ്റൊരു ദിക്കിലേക്ക് ഇതിനു മുമ്പ് പോയ ഒരു സംഘം ഇതുവരെയും മടങ്ങിയെത്തിയിട്ടില്ല. മലമ്പനി പോലുള്ള രോഗങ്ങൾ, ജാഗ്വാറുകളുടെയും മുതലകളുടെയും ആക്രമണങ്ങൾ, നേറ്റീവ് ട്രൈബുകളുടെ ഭീഷണി, മറ്റ് പെറൂവിയൻ റബ്ബർ അന്വേഷകരിൽ നിന്നുള്ള ആക്രമണം, അങ്ങനെ തിരിച്ചു വരാതിരിക്കുവാനായിട്ട് ഒട്ടനവധി കാരണങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ആളുകളെയാണ് ഈ ഉദ്യമത്തിനായിട്ട് തിരഞ്ഞെടുക്കുക. മുമ്പ് പറഞ്ഞ 6 പേരിൽ മാർക്കസ് മാത്രമാണ് വിവാഹിതനായ വ്യക്തി. അയാൾ തൊഴിലാളികളുടെ നേതാവാണ്, പരിചയസമ്പന്നനായിട്ടുള്ള ഒരു തൊഴിലാളിയാണ്. കൂടാതെ അവരിപ്പോൾ പോകുവാൻ ഉദ്ദേശിക്കുന്ന കാട്ടിലൂടെ തന്നെ കുറേയേറെ ദൂരം മാർക്കസ് ഇതിനു മുമ്പ് പോയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അയാളും ഈ സംഘത്തിൽ വേണമെന്ന് ഡെസിൽവ കരുതുന്നത്. എന്തായാലും ഇത്തരമൊരു യാത്ര പോകുന്നുണ്ടെന്ന് കേട്ടതോടെ ലാംഗ ആവേശത്തിലായി. അപൂർവമായിട്ട് ലഭിക്കുന്ന ഒരു അവസരമാണ്, അതും പുറത്തു നിന്ന് വരുന്ന ഒരാൾക്ക്. ഡസിൽവ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കിയെങ്കിലും ലാംഗ അതൊന്നും വകവെച്ചില്ല. അങ്ങനെ ആ സംഘത്തിലെ 7ാമനായിട്ട് ലാംഗയും പുറപ്പെടുവാനായിട്ട് തയ്യാറായി. ഏതാണ്ട് 1 മാസത്തേക്കുള്ള സാധനങ്ങളാണ് അവർ ചുമന്നുകൊണ്ട് പോകേണ്ടത്. ഉണക്കി കഷ്ണങ്ങളായിട്ടുള്ള അരാപ്പൈമ, ഇതുകൂടാതെ ഉണക്കിയ ബീഫ്, കുറേയേറെ അളവിൽ കപ്പയിൽ നിന്നുണ്ടാക്കുന്ന ഫരീഞ്ഞ പൊടി, പഞ്ചസാര, കാപ്പിപ്പൊടി, അരി, ക്വനൈൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ, പാചകം ചെയ്യാനുള്ള പാത്രങ്ങൾ, ക്യാമറ, ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകൾ, ഒട്ടനവധി ഹൈപ്പോഡെർമിക് നീഡിൽസ്,
കൂടാതെ .44 വിഞ്ചസ്റ്റർ തോക്കുകൾ ഇതൊക്കെയാണ് അവരെടുത്തിട്ടുള്ളത്. ലാംഗയുടെ കയ്യിൽ 9mm ഓട്ടോമാറ്റിക് ലുഗർ പിസ്റ്റളാണ് ഉണ്ടായിരുന്നത്. എല്ലാം കൂടി ഏതാണ്ട് 40 കിലോ ഭാരമായിരുന്നു ഓരോരുത്തരും ചുമക്കേണ്ടിയിരുന്നത്. അവസാനം ഒരു തിങ്കളാഴ്ച രാവിലെ അവരെല്ലാം പോകുവാനായിട്ട് തയ്യാറായി. പ്രാർത്ഥനകൾക്ക് ശേഷം അവരെ യാത്രയാക്കുവാനായിട്ട് തീരത്തുകൂടിയ ആളുകൾ ആകാശത്തേക്ക് വെടിയുതിർത്ത് യാത്രികൾക്ക് മംഗളങ്ങൾ നേർന്നു. കുറച്ചുപേര് ഇത്തക്കുവായി നദിയിലൂടെ കുറേയേറെ ദൂരം അവരെ തോണികളിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്തു. ഇനി അങ്ങോട്ട് നിബിഡ വനങ്ങളിലൂടെ കാൽനടയായിട്ട് വേണം മുന്നോട്ട് നീങ്ങുവാൻ. നദിയുടെ തീരത്ത് നിന്നും പിന്നീടുള്ള 4 മണിക്കൂറുകൾ മാർക്കസിനും കൂട്ടർക്കും പരിചയമുള്ള റബ്ബർ കാടുകൾ തന്നെയായിരുന്നു. അതിനാൽ തന്നെ റബ്ബർ ടാപ്പേഴ്സ് ഉപയോഗിക്കുന്ന അവർ തെളിച്ചിട്ടിരിക്കുന്ന ചെറിയ ചെറിയ വഴികൾ അതിലൂടെ അവർക്ക് പ്രയാസമില്ലാതെ നടക്കുവാനായിട്ട് സാധിച്ചു. എങ്കിലും ഈച്ചകളുടെയും കൊതുകുകളുടെയും ശല്യം അതിരൂക്ഷമായിട്ട് തന്നെ തുടർന്നു. അങ്ങനെ ഏകദേശം 4 മണിക്കൂറുകൾ നടന്ന ശേഷം അവരൊരു തുറന്ന സ്ഥലത്തെത്തിച്ചേർന്നു. റബ്ബർ ടാപ്പേഴ്സ് തെളിച്ചിട്ടിരിക്കുന്ന വഴികൾ ഇതോടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ടേക്ക് വഴികളൊന്നുമില്ല. എങ്കിലും മാർക്കസ് ഇതിനുമപ്പുറം കുറേയേറെ ദൂരം കഴിഞ്ഞ തവണത്തെ യാത്രയിൽ പോയിട്ടുള്ളതാണ്. അന്ന് പക്ഷേ അവർ തെളിച്ചിട്ട വഴികൾ ഇപ്പോൾ വനം കയ്യേറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് കോടാലികൾ കൊണ്ട് കാട് വെട്ടിത്തെളിച്ചല്ലാതെ അങ്ങനെ തന്നെ വേണം അവർക്ക് മുന്നോട്ട് നീങ്ങുവാനായിട്ട്. ആമസോൺ വനം എന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഇനിയാണ് ലാംഗയ്ക്ക് മനസ്സിലാകാനായിട്ട് പോകുന്നത്. കോടാലി കൊണ്ട് വെട്ടിത്തെളിക്കാതെ ഒരു ചുവട് പോലും മുന്നോട്ട് ഇനി വെക്കാനാവില്ല. എന്നാൽ ഒരു നിമിഷം പോലും കളയാതെ മണിക്കൂറുകൾ തുടർച്ചയായിട്ട് കോടാലി കൊണ്ട് വെട്ടിത്തെളിച്ച് വഴിയുണ്ടാക്കി മുന്നേറുന്ന കൂടെയുള്ള ബ്രസീലിയൻസിൻ്റെ കരവിരുത് കണ്ട ലാംഗ ശരിക്കും ഞെട്ടിപ്പോയി. ഒരാൾ 2 ചുവട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നിന്നാൽ അയാളെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് നിബിഡമായിരുന്നു ആ വനം. അന്ന് വൈകുന്നേരത്തോടെ അവർ മാർക്കസും കൂട്ടരും മുൻ യാത്രയിൽ നിർമ്മിച്ച ഒരു കുടിലിൻ്റെ അല്ലെങ്കിൽ തമ്പിൻ്റെ പോർട്ടുഗീസ് ഭാഷയിൽ താമ്പോയുടെ അരികിൽ എത്തിച്ചേർന്നു. ഇവരുടെ യാത്രയിൽ ഇനി അങ്ങോട്ട് ഇവരെ എത്തിച്ചേർന്ന ഓരോ സ്ഥലത്തും ഇത്തരം തമ്പുകൾ നിർമ്മിക്കും. അവയെ നമ്പർ ഇട്ടാണ് വിളിക്കുന്നത്. ഇതാണ് തമ്പ് നമ്പർ 1. 4 കോലയിൽ 10 പനയോല വെച്ചിരിക്കുന്ന സെറ്റപ്പാണ് ഈ തമ്പ്. വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലം എന്നതിലുപരി ഈ കൊടുങ്കാട്ടിൽ ഒരു ലാൻഡ്മാർക്കായിട്ട് ഇവർ ഉപയോഗിക്കുന്നതും ഇതേ തമ്പുകളാണ്. ഏതെങ്കിലും ഒരു ജലസ്രോതസ്സിനരികെയായിരിക്കും തമ്പ് നിർമ്മിക്കുക. അങ്ങനെ ലാംഗയും കൂട്ടരും തമ്പ് നമ്പർ 1 എത്തിയിരിക്കുകയാണ്. വിശ്രമിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും ഒക്കെ ആയിട്ടാണ് തമ്പുകൾ ഉപയോഗിക്കുക. എന്നാൽ ജലത്തിൻ്റെ സാമീപ്യം ഉള്ളതുകൊണ്ട് തന്നെ കൈമനുകളുടെയും വാട്ടർ സ്നേക്കുകളുടെയും അവരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അവയെ ഭയക്കണം. അന്നത്തെ രാത്രിയിൽ ഉണക്കിയെടുത്ത അരാപ്പൈമയും ഫരീഞ്ഞയും ചേർത്തുള്ള ഭക്ഷണമായിരുന്നു അവർ തയ്യാറാക്കിയത്. ലാംഗയ്ക്ക് അതൊരു രുചിയില്ലാത്ത ഭക്ഷണമായിരുന്നുവെങ്കിലും മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കഴിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ബ്രസീലിയൻസിനും ആ ഭക്ഷണം തികയുമായിരുന്നില്ല. അതിനാൽ സംഘത്തിലെ ജെറോം എന്നയാളെ അവരെ വേട്ടയ്ക്കായിട്ട് പറഞ്ഞയച്ചു. കുറുക്കനെ പോലെ തോന്നിക്കുന്ന ഒരു വിചിത്ര ജീവിയാണ് അയാൾ അന്ന് വേട്ടയാടി കൊണ്ടുവന്നത്. ബുഷ് ഡോഗ് എന്ന് വിളിക്കുന്ന ഒരു ജീവിയായിരുന്നു അത്. ആമസോണിലെ കാടുകളിലും ചതുപ്പ് നിലങ്ങളിലും വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്ന ഒരു ജീവിയാണ് ബുഷ് ഡോഗ്. 4 or 5 ജീവികളുടെ കൂട്ടമായിട്ടാണ് നടക്കുന്നതെങ്കിലും ഇവയെ കണ്ടു കിട്ടാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് 1839 ഇവയുടെ ഫോസിലുകൾ ആദ്യമായിട്ട് കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും ഇത് നാമാവിശേഷമായ ഏതോ ജീവിയുടേതാണ് എന്നാണ് ആദ്യം തെറ്റിദ്ധരിച്ചത്. ജീവനുള്ളവയെ പിന്നീടാണ് കണ്ടെത്തിയത്. ഇവയുടെ പാദങ്ങൾ ചെറിയ രീതിയിൽ വെബൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ബുഷ് ഡോഗുകൾക്ക് നല്ല രീതിയിൽ നീന്തുവാനും സാധിക്കും. ജെറോം വേട്ടയാടി കൊണ്ടുവന്നതിനെ സ്റ്റൂ ആക്കി നോക്കിയെങ്കിലും ഉപ്പില്ലാതെ പാചകം ചെയ്തുകൊണ്ട് തന്നെ ലാംഗയ്ക്ക് അത് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അന്നത്തെ രാത്രിയിലെ ജംഗിൾ സ്റ്റേ അടിപൊളിയായിരിക്കുമെന്ന് വിചാരിച്ച ലാംഗയ്ക്ക് ആകെ തെറ്റി. അടിവഴി ഉറുമ്പുകളും ആകാശം വഴി കൊതുകുകളും കൂട്ടമായിട്ട് ആക്രമിച്ചതോടെ രാത്രി ഉറക്കം വെറും കിനാവ് മാത്രമായിട്ട് മാറി. ഹാമക്ക് കെട്ടിയിരുന്ന കയറിൽ താൻ കൊണ്ടുവന്ന സകലവിധ ലേപനങ്ങളും പുരട്ടി നോക്കിയെങ്കിലും ആമസോൺ ഉറുമ്പുകളുടെ മുന്നിൽ അതൊന്നും വിലപ്പോയില്ല. ഇതിനും പുറമെ തൊട്ടടുത്തുള്ള മരക്കമ്പുകളിൽ സ്പൈഡർ മങ്കികളും വന്നിരിപ്പുറപ്പിച്ചതോടെ രാത്രിയാകെ ബഹളമയമായി. ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ച അവര് പിറ്റേ ദിവസവും ഇതേ രീതിയിൽ യാത്ര തുടർന്നു. ഇത്തവണയും കഴിഞ്ഞ തവണ മാർക്കസും കൂട്ടരും നിർമ്മിച്ച തമ്പ് നമ്പർ 2 അവരന്തി ഉറങ്ങിയത്. യാത്ര ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ ദുഷ്കരമാണ്. കാട് കൂടുതൽ കട്ടിയേറിയതും ഭൂമി നിരപ്പില്ലാത്തതുമാണ്. ജെറോം ഇപ്രാവശ്യം ഒരു മിറ്റു പക്ഷിയാണ് വെടിവെച്ചു കൊണ്ടുവന്നത്. അത് കുറസോ ഇനത്തിൽപ്പെട്ട ഒരു വലിയ പക്ഷിയാണ്. എന്നാൽ അത് തികയാതെ വന്നതോടെ ലാംഗ സ്വന്തം നിലയ്ക്ക് വേട്ടയ്ക്കിറങ്ങുകയും ഒരു ബ്രോക്കറ്റ് ഡിയറിനെ ബാഗിലാക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം അവർ യാത്ര തുടർന്നു. സൂര്യനെ നോക്കി പടിഞ്ഞാറ് ദിശയിലേക്കാണ് അവർ സഞ്ചരിച്ചത്. അന്നത്തെ ദിവസം ഒട്ടനവധി ചെറിയ അരുവികൾ കയറി ഇറങ്ങിയാണ് അവർ യാത്ര ചെയ്തത്. വെള്ളത്തിനരികെ അവർ പലപ്പോഴും ജരാരക്ക പാമ്പുകളെ കാണുന്നുണ്ടായിരുന്നു. യരാര എന്നും അറിയപ്പെടുന്ന ഈ പാമ്പ് ആമസോണിലെ അണലിയാണ്. രാത്രിയാണ് ഇര തേടുവാനായിട്ട് ഇറങ്ങുന്നത്. പകൽ എവിടെയെങ്കിലും തണലിൽ വിശ്രമിക്കുകയാണ് പതിവ്. കൊത്ത് കിട്ടിയാൽ കാട്ടിൽ വെച്ച് തന്നെ ജീവൻ പോകുമെന്ന് ഉറപ്പാണ്. പലപ്പോഴും മരങ്ങൾ വെട്ടി കുറുകെ ഇട്ടിട്ടാണ് ലാംഗയും കൂട്ടരും അരുവികൾ മറികടന്നിരുന്നത്.
അന്നത്തെ ദിവസം മാർക്കസും കൂട്ടരും കഴിഞ്ഞ തവണ എത്തിച്ചേർന്ന അവസാനത്തെ സ്ഥലവും അവർ മറികടന്നു. ഇനി അങ്ങോട്ടേക്ക് മാർക്കസ് പോലും കണ്ടിട്ടില്ലാത്ത കൊടും വനങ്ങളാണ്. ഇക്കാരണങ്ങളാൽ ഇനിയുള്ള രാത്രികളിൽ തമ്പുകൾ സ്വയം നിർമ്മിച്ച് വേണം മുന്നോട്ടേക്ക് പോകുവാനായിട്ട്. അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയിൽ തമ്പ് നമ്പർ 3 അവർ തന്നെയാണ് നിർമ്മിച്ചത്. ആദ്യമായി ഏതാണ്ട് 25 ചതുരശ്ര അടി സ്ഥലം വനമെല്ലാം വെട്ടി വെടിപ്പാക്കണം. ഏതെങ്കിലും അരുവിയുടെ അരിയിലുള്ള സ്ഥലം വേണം തിരഞ്ഞെടുക്കുവാനായിട്ട്. മറുമുറു അല്ലെങ്കിൽ മുറുമുറു എന്നറിയപ്പെടുന്ന പനയുടെ ഇലകളാണ് കുടിലിന്റെ മേൽക്കൂര പണിയുവാനായിട്ട് ഉപയോഗിച്ചത്. ഈ പനയുടെ കായ്കൾ ഭക്ഷ്യയോഗ്യമാണ്. ഇതിൽ നിന്നാണ് മോയ്സ്ചറൈസിംഗ് ക്രീമായിട്ടുള്ള മറുമുറു അല്ലെങ്കിൽ മുറുമുറു ബട്ടർ നിർമ്മിക്കുന്നത്. കൂടാതെ ആമസോൺ നേറ്റീവ് വർഗ്ഗക്കാർ ഈ പനയുടെ ഇലകളും നാരുകളും വെച്ചാണ് ഹാമക്കുകൾ നിർമ്മിച്ചിരുന്നത്. കഴിഞ്ഞ 1000 കൊല്ലങ്ങളായി ഇവരിത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ കാട്ടിലെ വിഷപ്പാമ്പുകളിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ആമസോൺ നേറ്റീവ് വർഗ്ഗക്കാർ കണ്ടെത്തിയതാണ് ഹാമക്ക് എന്ന ഊഞ്ഞാൽ കട്ടിലുകൾ. കരീബിയൻ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ടൈനോ വർഗ്ഗക്കാർ ഇത് ഉപയോഗിക്കുന്നത് കൊളംബസ് കണ്ടിരുന്നു. അവരുടെ ഭാഷയിൽ ഹമാക എന്നാൽ മീൻവല എന്നാണ് അർത്ഥം. സംഭവം കൊള്ളാമല്ലോ എന്ന് മനസ്സിലാക്കിയ നമ്മുടെ കൊളംബസ് ബ്രോയാണ് ഇത് യൂറോപ്പിൽ കൊണ്ടെത്തിച്ചത്. ഇത് ഉപയോഗിച്ചാൽ കപ്പലിലെ സ്ഥലം ലാഭിക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കിയ സ്പാനിഷുകാർ ഇത് അവരുടെ കപ്പലുകളിൽ ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെ ആമസോൺ കാട്ടിൽ കിടന്നിരുന്ന ഹാമക്ക് ലോകം മുഴുവനും എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ മർമുറു പനയൊക്കെ വെട്ടി ലാങ്കയും കൂട്ടരും തമ്പ് നമ്പർ 3 നിർമ്മിച്ചെടുത്തു. അന്നത്തെ രാത്രി ഏതാണ്ട് 2 മണിയോടെ കാട് കുലുങ്ങുന്നത് പോലെ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാണ് ലാങ്ക ഞെട്ടി എഴുന്നേറ്റത്. ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് നോക്കിയ ലാങ്കയ്ക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ല. ഇതിനിടെ ശബ്ദം കേട്ട് മറ്റുള്ളവരും എഴുന്നേറ്റു. ഒരു ചുഴലി വരുന്നത് പോലെയാണ് ലാങ്കയ്ക്ക് ആദ്യം തോന്നിയത്. പിന്നീടാണ് അടിക്കാടിളകി എന്തോ ഒന്ന് പാഞ്ഞു വരുന്നുണ്ട് എന്നവർക്ക് മനസ്സിലായത്. ശബ്ദം പെട്ടെന്ന് തന്നെ തൊട്ടരികിൽ എത്തുകയും തമ്പിന്റെ മേൽക്കൂര മുഴുവനും ഇടിഞ്ഞു മുളിഞ്ഞ് അവരുടെ ദേഹത്തേക്ക് വീഴുകയും ചെയ്തു. തന്റെ തൊട്ടരികിലൂടെ എന്തോ ഒന്ന് പാഞ്ഞു പോയതായിട്ട് ലാങ്കയ്ക്ക് തോന്നി. ഇരുട്ടില് ആകെ കൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഇരുട്ടിലൂടെ തമ്പ് തകർത്തുകൊണ്ട് പാഞ്ഞു പോയത് എന്താണെങ്കിലും അത് അടുത്തുള്ള അരുവി ലക്ഷ്യമാക്കിയാണ് പോയിരിക്കുന്നത്. ഇതിനിടെ ഹാമക്കിൽ നിന്നും താഴെ വീണ ജെറോം തോക്കുമായിട്ട് അരുവിയുടെ തീരത്തേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് പിടികിട്ടിയത്. ഒരു ടൈപ്പറിനെ പിന്തുടർന്ന് വന്ന ജാഗ്വാറാണ് തമ്പും തകർത്ത് അരുവിയിലേക്ക് ഓടിപ്പോയിരിക്കുന്നത്. ടൈപ്പർ ഒരുപക്ഷെ ഇവരുടെ തമ്പിന്റെ അടുത്ത് എവിടെയോ ആയിരുന്നിരിക്കാം ഉണ്ടായിരുന്നത്. ജാഗ്വാർ ചാടി വിടുന്നതോടെ ആ മൃഗം തമ്പ് ലക്ഷ്യമാക്കി ഓടുകയും ജാഗ്വാർ അതിനെ പിന്തുടരുകയും ചെയ്തതാണ്. ടൈപ്പർ അരുവിയിലേക്ക് എടുത്ത് ചാടിയാവണം രക്ഷപ്പെട്ടത്. അങ്ങനെ പിറ്റേ ദിവസം അവർ തമ്പ് നമ്പർ 3 നിന്നും യാത്ര തുടർന്നു. അന്നത്തെ ദിവസം 2 ഹൗളിംഗ് മങ്കികളെ പിടിക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അടിക്കാട് വെട്ടിത്തെളിച്ചിട്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്നതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ മൃഗങ്ങളെ കാണുവാനും വെടിവെക്കുവാനും സാധിച്ചില്ല. അങ്ങനെ യാത്ര തുടങ്ങി 9ാം ദിവസം ധാരാളം റബ്ബർ മരങ്ങൾ നിൽക്കുന്ന ഒരു വനഭാഗത്ത് അവർ എത്തിച്ചേർന്നു. ചുരുക്കത്തിൽ തമ്പ് നമ്പർ 9 അവർ അവിടെയാണ് നിർമ്മിച്ചത്. ആ സമയം അവർ ഫ്ലോറസ്റ്റയിൽ നിന്നും ഏതാണ്ട് 150 മൈൽ അകലെയായിരുന്നു. അന്നത്തെ രാത്രി താപനില വെറും 5 ഡിഗ്രി മാത്രമായിരുന്നു എന്നാണ് ലാങ്ക എഴുതിയിരിക്കുന്നത്. ആമസോണ് ഭൂമധ്യരേഖയ്ക്ക് അരികിലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും താപനില എങ്ങനെയുണ്ടായി എന്ന് സംശയമുണ്ടാവാം. സൂര്യപ്രകാശം കടക്കാത്ത നിബിഡ വനങ്ങളിൽ തണുപ്പാകും ഉണ്ടാകുക എന്ന ധാരണ തെറ്റാണ്. ഉയർന്ന ഹ്യൂമിഡിറ്റി കാരണം സുഖകരമല്ലാത്തൊരു കാലാവസ്ഥയാണ് ഇത്തരം വനങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുക. ലാങ്ക പറഞ്ഞ 5 ഡിഗ്രി തണുപ്പിന്റെ കാരണം പക്ഷെ മറ്റൊന്നാണ്. ചൂട് കാലത്ത് തെക്കൻ അറ്റ്ലാന്റിക് സമുദ്രം, അന്റാർട്ടിക്ക തുടങ്ങിയ സ്ഥലങ്ങളിലെ തണുത്ത വായു വടക്കോട്ടേക്ക് നീങ്ങുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഫ്രിയാജൈം എന്നാണ് ഇതിനെ വിളിക്കുക. ഇത് ആമസോൺ വരെയും എത്തിച്ചേരാറുണ്ട്. ഈ തണുത്ത വായു പ്രവാഹമാണ് ആമസോൺ വനങ്ങളിലെ ചില രാത്രികളിലെ കൊടും തണുപ്പിന്റെ പ്രധാന കാരണം. കാട്ടിലൂടെ യാത്ര ചെയ്ത ഈ ഒരു 9 ദിവസങ്ങൾ കൊണ്ട് ലാങ്കയ്ക്ക് ആമസോൺ കാടിനോടുള്ള ഭയമെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആമസോൺ അതിന്റെ ശരിയായ ഭാവം അതുവരെയും പുറത്തെടുത്തില്ല എന്നതാണ് സത്യം. തമ്പ് നമ്പർ 9 റബ്ബർ മരങ്ങൾ കണ്ടെത്തിയതോടെ ഇനിയും മുന്നോട്ടേക്ക് നീങ്ങണ്ട എന്നാണ് മാർക്കസ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ വന്ന ജോലി ചെയ്തു തീർക്കുവാനായിട്ട് 3 ആഴ്ചകളോളം അവിടെ തന്നെ അവർക്ക് തങ്ങേണ്ടി വന്നു. കയ്യിൽ കൊണ്ടുവന്ന ഭക്ഷണത്തിന് ലഭ്യത കുറഞ്ഞതോടെ ആഹാരത്തിന് വേട്ടകളെ തന്നെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വന്നു. അവിടെയാണ് ആമസോൺ ആദ്യ പ്രഹരം ഏൽപ്പിച്ചത്. ഒരു മിറ്റു പക്ഷി, 2 കുരങ്ങുകൾ, പിന്നെ ഒരു ടൈപ്പർ. ഇത്രയും മാത്രമാണ് ഈ കാലയളവിൽ അവർക്ക് വേട്ടയാടാൻ സാധിച്ചത്. ഭക്ഷണത്തിന്റെ കുറവുണ്ടായിരുന്നുവെങ്കിലും മാർക്കസും കൂട്ടരും വെറുതെ ഇരുന്നില്ല. അവർ എല്ലാ ദിവസവും റബ്ബർ മരങ്ങൾ തേടി അടുത്തുള്ള കാടുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഗ്രീൻ ഹെൽ പാർട്ട് 1 2 തരം റബ്ബർ മരങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ ഒരിടത്ത് മാത്രം വെട്ടിയാൽ പാല് തുടർച്ചയായിട്ട് ഒഴുകാത്ത കാസ്റ്റിയ മരങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ. നമ്മുടെ നാട്ടിലുള്ളത് മരത്തിൽ എവിടെയെങ്കിലും മുറിവേൽപ്പിച്ചാൽ പാൽ അവിടെ നിന്നും തുടർച്ചയായിട്ട് തന്നെ കിട്ടുന്ന ഹെവയ മരങ്ങളാണ്. എന്നാൽ ലാങ്കയും കൂട്ടരും ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന തമ്പ് നമ്പർ 9 ഭാഗത്തുള്ള റബ്ബർ മരങ്ങൾ മുഴുവനും കാസ്റ്റിയ മരങ്ങളായിരുന്നു.
അതുകൊണ്ട് തന്നെ മരങ്ങൾ വെട്ടി നിലത്തിട്ട ശേഷം തടിയിൽ അനേകം മുറിവുകൾ ഉണ്ടാക്കി ചെറിയ കുഴികളിലേക്ക് പാല് മുഴുവനായിട്ട് ഒഴുക്കിയെടുക്കുവാനായിട്ടാണ് അവർ ശ്രമിച്ചത്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ അതേ കുഴിയുടെ അരികിൽ തിരിച്ചെത്തുമ്പോഴേക്കും പാല് കുഴിയിൽ കട്ടയായിട്ട് കിടപ്പുണ്ടാവും. ശേഷം അവരത് എടുത്തുകൊണ്ടുപോയിട്ട് അരുവിയിൽ എത്തിച്ചിട്ട് നന്നായിട്ട് കഴുകും. അവസാനം ഇതെല്ലാം ചുമന്നുകൊണ്ട് പോകുന്ന രീതിയിൽ അടുക്കി കെട്ടിവെക്കും. ആ ഭാഗത്ത് ഏതാണ്ട് 800ഓളം റബ്ബർ മരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. മാർക്കസും ജെറോമും മറ്റുള്ളവരും ഈ രീതിയിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ലാംഗ മറ്റൊരു വലിയ കണ്ടുപിടുത്തത്തിന് തിരക്കിലായിരുന്നു. തൊട്ടടുത്തുള്ള അരുവിയുടെ തീരത്ത് ഉരുളൻ കല്ലുകൾ പോലെ എന്തോ ഒന്ന് കിടക്കുന്നത് കണ്ട ലാംഗ അങ്ങോട്ടേക്ക് ചെന്നു. നദിയുടെ വളവിലെ തീരത്ത് എക്കൽ വന്ന് അടിഞ്ഞിരിക്കുന്ന സ്ഥലത്താണ് ചെറിയ ചെറിയ കല്ലുകൾ പോലെ ഉരുണ്ട എന്തോ ഒന്ന് കണ്ടത്. ഒരു രസത്തിന് അതിലൊന്ന് തല്ലിപ്പൊടിച്ചു നോക്കിയ ലാംഗ ഒന്ന് ഞെട്ടി. കടുക് മണിയുടെ വലുപ്പത്തിൽ സ്വർണം പോലെ തിളങ്ങുന്ന എന്തോ ഒരു മഞ്ഞ വസ്തു അതിൻ്റെ ഉള്ളിലുണ്ട്. ആവേശം മൂത്ത ലാംഗ മറ്റൊരു കല്ല് കൂടി പൊട്ടിച്ചു. അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കുറേയേറെ കല്ലുകൾ പൊട്ടിച്ചു നോക്കിയ അദ്ദേഹത്തിന് അതിൽ ചിലതിൽ നിന്നൊക്കെ തിളങ്ങുന്ന കുറച്ച് വസ്തുക്കൾ ലഭിച്ചു. ഇത് സ്വർണം തന്നെയാണോ എന്നതായിരുന്നു ലാംഗയുടെ സംശയം. അതൊന്ന് പരീക്ഷിച്ച് നോക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ ക്ലിനിക്കൽ തെർമോമീറ്ററിന്റെ ബൾബ് തല്ലി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ മെർക്കുറി ഒരു ട്രേയിലേക്ക് പകർത്തി. ശേഷം തനിക്ക് കിട്ടിയ മഞ്ഞത്തരികളെല്ലാം കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തു. അടുത്ത നിമിഷം ആ തരികളെല്ലാം അടുത്തുകൂടി ഒന്നായി മാറുകയും ചെയ്തു. അതോടുകൂടി കഴിഞ്ഞ 5 മണിക്കൂറായിട്ട് താൻ ശേഖരിച്ച തരികളെല്ലാം തന്നെ സ്വർണ്ണമായിരുന്നുവെന്ന് അദ്ദേഹത്തിന് പിടികിട്ടി. അതെ, ആമസോൺ നദികളുടെ തീരങ്ങളിലെ എക്കലുകളിൽ സ്വർണ്ണത്തിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ ഇതെങ്ങനെ ഇവിടെ എത്തി? മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തിളച്ചു മറിയുന്ന ഭൂമിക്കടിയിൽ ഏതാണ്ട് 300 തൊട്ട് 700 ഡിഗ്രി വരെ ചൂടിൽ സ്വർണവും മറ്റു മിനറൽസും ഒക്കെ അടങ്ങുന്ന ഒരുതരം ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ താപനില കുറഞ്ഞപ്പോഴേക്കും ഈ ഫ്ലൂയിഡ് പാറകൾക്കിടയിൽ കുടുങ്ങിപ്പോയി ഉറച്ചതോടെ ഗോൾഡ് പോലുള്ള മിനറൽസ് അവിടെ അടിഞ്ഞുകൂടി. ഇതിനെ ഗോൾഡ് വെയിൻസ് എന്നാണ് വിളിക്കുക. ഇത് നീളത്തിൽ ഷീറ്റായിട്ടോ ബാൻഡായിട്ടോ ഒക്കെയാണ് കാണപ്പെടുക. പിന്നീട് ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിച്ച് ഒരു പ്ലേറ്റ് മറ്റൊന്നിന് മുകളിൽ കയറി ആൻഡീസ് പർവ്വതനിര ഉണ്ടായപ്പോഴേക്കും അടിയിൽ കിടന്നിരുന്ന ഈ ഗോൾഡ് വെയിൻസ് ഒക്കെ മുകളിൽ ആൻഡീസിന്റെ കിഴക്കൻ ചെരിവുകളിൽ എത്തിച്ചേർന്നു. പിന്നീട് മഴയായി, കാറ്റായി, ഭൂമി ഉലുക്കമായി. അവസാനം അതിപുരാതനമായ ഭീമൻ ആമസോൺ തടാകം രൂപപ്പെട്ടു. ഒടുക്കം ഈ തടാകം അറ്റ്ലാന്റിക്കിലേക്ക് പൊട്ടി ഒലിച്ചു പോയപ്പോഴാണല്ലോ നമ്മുടെ ആമസോൺ നദിയും കാടുകളും മറ്റനേകം പുഴകളും രൂപപ്പെട്ടത്. പക്ഷേ ആൻഡീസിന്റെ കിഴക്കൻ ചെരുവിലെ മഴ അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു. ഈ മഴയത്തും കാറ്റത്തും ഭൂമി കുലുക്കത്തിലും ഒക്കെ പെട്ട് ഗോൾഡ് വെയിൻസ് നദിയിലെ വെള്ളത്തോടൊപ്പം കിഴക്കോട്ട് ഒഴുകി തുടങ്ങി. ഈ യാത്രയിൽ അനേകം പാറകളിലും മരങ്ങളിലും മറ്റും തട്ടിയും മുട്ടിയും സ്വർണ്ണക്കട്ടകളൊക്കെ പൊടിഞ്ഞ് തവിട് പൊടിയായി. ഇത് നദികളുടെ വളവുകളിലും മറ്റും അടിഞ്ഞുകൂടി. ക്രമേണ ഇത്തരം സ്വർണ്ണപ്പൊടികളുടെ ചുറ്റിനും മറ്റു വസ്തുക്കളും എക്കലും ഒക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുവാനും തുടങ്ങി. അങ്ങനെ അത്യാവശ്യം വലിപ്പം വെച്ച ആ വസ്തു വീണ്ടും ഒഴുക്കിൽപ്പെട്ട് പാറകളിൽ ചെന്നിടിച്ചു തുടങ്ങിയതോടെ പുറന്തോട് മിനുസമാവുകയും ഏതാണ്ട് ഉരുണ്ട രൂപത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇത് വീണ്ടും നദികളുടെ കൊടും വളവുകളിലും ചുഴികളുടെ പുറം ഭാഗങ്ങളിലും ചെന്നടിഞ്ഞു തുടങ്ങി. അങ്ങനെ ആമസോണിലെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഇത്തരം സ്വർണ്ണ ബോളുകളിൽ ചിലതാണ് ഒക്കെ അലഗോൺ ലാംഗയുടെ മുന്നിൽ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത്. സ്വർണ്ണത്തരികൾ മെർക്കൂറിയിൽ ഇട്ടാൽ അതെല്ലാം ഒരുമിച്ചുകൂടി ഒറ്റക്കെട്ടായിട്ട് മാറും. ഈ പരീക്ഷണമാണ് ലാംഗ ഇപ്പോൾ നടത്തിയത്. ഇങ്ങനെ ചെളിയിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുക്കുവാനായിട്ട് മെർക്കൂർ ഉപയോഗിക്കുന്നത് ആമസോണിൽ പല നദികളും വിഷമയമാക്കുന്നതിൽ പിന്നീട് കാരണമായിട്ടുണ്ട്. സ്വർണം കണ്ടെത്തിയതോടെ ലാംഗ ആവേശത്തിലായെങ്കിലും കിടന്ന് തുള്ളാതെ നിലത്ത് നിൽക്കട എന്നാണ് ആമസോൺ ലാംഗയോട് പറഞ്ഞത്. കഠിനമായ അധ്വാനം, ഭക്ഷണത്തിന്റെയും പോഷകാഹാരങ്ങളുടെയും കുറവ്, ലാംഗയ്ക്ക് കടുത്ത പനി പിടിക്കുവാനായിട്ട് മറ്റ് കാരണങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രാബോ എന്ന ചെറുപ്പക്കാരനെയാണ് പനി ആദ്യം പിടികൂടിയത്. അതോടുകൂടി 2 പേരും, ഈ ബ്രാബോയും നമ്മുടെ ലാംഗയും, തമ്പ് നമ്പർ 9 ഹാമക്കുകളിൽ ചുരുണ്ടുകൂടി. അടുത്ത 5 ദിവസങ്ങൾ ഇരുവരും കടുത്ത പനിയിലാണ് കഴിച്ചുകൂട്ടിയത്. ഇതിനിടയിൽ ഇരുവരും നിലവിളിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ലാംഗ ആവട്ടെ താൻ വയറു നിറയെ നല്ല ഭക്ഷണം കഴിക്കുന്നതായും കോഫി കുടിക്കുന്നതായും കിനാവ് കണ്ടു. സത്യത്തിലെ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്തത് തങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങിയെന്ന് അവർക്ക് അപ്പോഴും പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും കിട്ടുന്ന കുരങ്ങിറച്ചിയും ഉണക്കിയ ബീഫുമായിരുന്നു അവരുടെ ഭക്ഷണം. ഇതേ സമയം കാട്ടിൽ നിന്നും എന്തൊക്കെയോ തരം ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് 2 പേരും പരാതിപ്പെടുന്നുണ്ടായിരുന്നു. വോയിസ് ഓഫ് ദി ഫോറസ്റ്റ് എന്നാണ് ലാംഗ അതിനെ വിളിച്ചത്. ചിലപ്പോൾ വലിയൊരു നഗരത്തിലെ ആളുകളുടെ തിക്കും തിരക്കും ഉണ്ടാക്കുന്ന ആ ഒരു ശബ്ദം പോലെയാണ് അത് തോന്നിയത്. തൊട്ടടുത്തുള്ള അരുവിയുടെ തീരത്ത് ജീവിക്കുന്ന 100 കണക്കിന് തവളകളുടെ ശബ്ദമായിരുന്നു അത്. എന്നാൽ ഇതിനിടയിൽ മരത്തലപ്പുകളിൽ നിന്നും മറ്റൊരു ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു. അതൊരു സംഗീതം പോലെയാണ് ലാംഗയ്ക്ക് അനുഭവപ്പെട്ടത്. അത് ഏതോ വർഗത്തിൽപ്പെട്ട മരത്തവള ഉണ്ടാക്കുന്ന ശബ്ദമാണെന്നാണ് കൂടെയുള്ളവർ ലാംഗയോട് പറഞ്ഞത്. അൾട്രാ വയലറ്റ് രശ്മികളിൽ തിളങ്ങുന്നവ ഉൾപ്പെടെ ഒട്ടനവധി തരം മരത്തവളകൾ ആമസോൺ കാടുകളിലെ മേൽക്കാടുകളിൽ ജീവിക്കുന്നുണ്ട്. ഇവയെ ഓരോന്നും രാത്രി കാലങ്ങളിൽ പ്രത്യേകതരം ശബ്ദങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അവതാർ സിനിമയുടെ ആദ്യ ഭാഗത്ത് ജാക്ക് സൂലിയുടെ അവതാർ വേർഷൻ പാൻഡോറ ഗ്രഹത്തിലെ കാട്ടിലൂടെ നടക്കുമ്പോൾ
ഇത്തരം അപരിചിതമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കുന്ന സീനാണ് ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. എന്നാൽ അടുത്ത ദിവസം ആമസോൺ അവരുടെ മേൽ ആദ്യ പ്രഹരം ഏൽപ്പിച്ചു. ബ്രാവോയുടെ അവസ്ഥ തീർത്തും മോശമായി വരികയായിരുന്നു. തൻ്റെ ഹാമക്കിൽ നിന്നും ഒരു വിധത്തിൽ വെച്ച് എഴുന്നേറ്റ ലാങ്ക അവനൊരു ഹൈപ്പോഡെർമിക് ഇഞ്ചക്ഷൻ നൽകിയെങ്കിലും കാര്യമായ ഫലമുണ്ടായില്ല. അന്നത്തെ ദിവസം ഉച്ചതിരിഞ്ഞ് ബ്രാവോ മരണപ്പെട്ടു. കരയാനോ നിലവിളിക്കാനോ ആളുമില്ല, സമയവുമില്ല. തമ്പ് നമ്പർ 9 പുറകിൽ തന്നെ ഒരു കുഴിയെടുത്ത് അവർ അവനെ അതിൻ്റെ ഉള്ളിൽ സംസ്കരിച്ചു. മരക്കമ്പുകൾ കൊണ്ട് ചെറിയൊരു കുരിശുണ്ടാക്കി കുഴിമാടത്തിൻ്റെ മുകളിൽ വിൽക്കുകയും ചെയ്തു. ബ്രാവോ ഏതോ ഗോത്രത്തിൽ ആമസോൺ വനത്തിൻ്റെ ഉള്ളിൽ തന്നെ ജനിച്ചു വീണ ഒരാളാണ്. ഇക്കൂട്ടത്തിൽ ലാങ്ക ഒഴികെയുള്ള സകലരും ആമസോണിൻ്റെ മക്കൾ തന്നെയാണ്. കാടിൻ്റെ മകനെ കാട് തിരിച്ചെടുത്തു എന്നാണ് ലാങ്ക എഴുതിയിരിക്കുന്നത്. തമ്പ് നമ്പർ 9 വിളിക്കപ്പെടാത്ത അതിഥിയായിട്ട് മരണം എത്തിയതോടെയാണ് തങ്ങൾ എത്രത്തോളം കുഴപ്പത്തിലായെന്ന് അവർ തിരിച്ചറിഞ്ഞത്. ഇന്നലെ വരെയും തങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുകയും നടക്കുകയും വേട്ടയാടുകയും ഉറങ്ങുകയും തമാശകൾ പറഞ്ഞ് ചിരിക്കുകയും ചെയ്തിരുന്ന ഒരാൾ ഇന്ന് മണ്ണിൻ്റെ അടിയിലാണ് എന്ന സത്യം അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് വിഷമമായിരുന്നു. ഒരു വെള്ളക്കാരൻ വിദേശിയായിട്ടാണ് തുടക്കത്തിലെ ലാങ്കയെ അവർ കണ്ടിരുന്നുവെങ്കിലും ലാങ്ക ഇപ്പോൾ അവരിൽ ഒരാളാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണർന്ന ലാങ്ക അപ്പോൾ തന്നെ ഹെവി ഡോസ് ക്യുനൈൻ തൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. അതിനുശേഷം തമ്മിന് ചുറ്റും ഒന്ന് നടക്കാനൊക്കെ ലാങ്കയ്ക്ക് സാധിച്ചു. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച ലാങ്ക സമയം അറിയുവാനായിട്ട് ഒരു സൺ ഡയൽ നിർമ്മിക്കുവാനാണ് ശ്രമിച്ചത്. ആദ്യമായിട്ട് ഈ മർമുറു പനയുടെ ഇല നിലത്ത് വിരിച്ചു. ശേഷം നീളമുള്ള ഒരു കമ്പെടുത്തിട്ട് നടുക്ക് കുത്തി നിർത്തി. ഇതിനെ നോമൻ എന്നാണ് വിളിക്കുക. ശേഷം കയ്യിലിരുന്ന കോമ്പസ് ഉപയോഗിച്ച് ദിശ നിർണ്ണയിച്ച ശേഷം കമ്പ് അല്ലെങ്കിൽ ആ നോമൻ വടക്കോട്ടേക്ക് കുറച്ച് ചെരിച്ചു വെച്ചു. ഭൂമധ്യരേഖയ്ക്ക് തെക്കാണെങ്കിൽ ഇത് തെക്കോട്ടേക്കാണ് ചെരിച്ചു വെക്കേണ്ടത്. ശേഷം നട്ടുച്ചയ്ക്ക് സൂര്യൻ തലയ്ക്ക് മീതെ എത്തിയതോടെ വടിയുടെ നിഴലിൻ്റെ നേർക്ക് 12 എന്നെഴുതി. വീണ്ടും ഓരോ മണിക്കൂറുകളിലും ഇത് ആവർത്തിക്കുകയും 6 മണിയോടെ സൺ ഡയൽ പൂർത്തീകരിക്കുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്ന ബ്രസീലിയൻസിന് ഇതൊരു അത്ഭുതമായിരുന്നു. ഈ കൊടുങ്കാട്ടിൽ പനി പിടിച്ച് കിടക്കുമ്പോൾ സമയം കൃത്യമായിട്ട് അറിയുവാനായിട്ട് കഴിയുന്നത് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ അടുത്ത ദിവസം ലാങ്കയുടെ സ്ഥിതി കൂടുതൽ വഷളായി. പനി വന്നാൽ ശരീരത്തിൽ മുറിവുണ്ടാക്കി കുറച്ച് രക്തം ഒഴുക്കിക്കളയുന്ന രീതി പല പരിവേഷകരും അക്കാലത്ത് ചെയ്തിരുന്ന ഒന്നാണ്. ലാങ്കയും തൻ്റെ കൈ മുറിച്ചിട്ട് കുറച്ച് ഔൺസ് രക്തം ഒഴുക്കിക്കളഞ്ഞു. സത്യത്തിൽ ഇതുകൊണ്ട് പനി കുറയാനായിട്ട് ഒരു സാധ്യതയുമില്ല. എന്നാൽ ബ്ലഡ് പ്രഷർ കുറയുന്നത് കൊണ്ട് രോഗിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയതായിട്ട് തോന്നുമെന്നുള്ളത് ശരിയാണ്. ഇതൊരു പ്ലസീബോയാണ്. രോഗം ഭേദമായതായിട്ട് രോഗിക്ക് ഒരു തോന്നലുണ്ടാവും. പിറ്റേ ദിവസം അടുത്തെവിടെയോ നിന്നും ജെറോമിൻ്റെ തോക്ക് പൊട്ടുന്ന ശബ്ദം ഹാമക്കിൽ കിടന്നുകൊണ്ട് ലാങ്ക കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ജാഗുവാറിനെയും കൊണ്ടാണ് ജെറോം മടങ്ങിയെത്തിയത്. അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് ലാങ്കയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഹാമക്കിൽ നിന്നും എഴുന്നേൽക്കുവാനുള്ള ആരോഗ്യം പോലും അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്തായാലും അടുത്ത ദിവസം മാർക്കസ് ഒരു മാനിനെയും മിറ്റു പക്ഷിയും വെടിവെച്ച് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ വിശപ്പ് മാറ്റാനായിട്ട് അവർക്ക് സാധിച്ചു. അവസാനം തങ്ങൾക്ക് ആവശ്യമുള്ളത്ര റബ്ബർ മരങ്ങളെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞുവെന്നും കുറേയേറെ പാല് കട്ടയാക്കി സംഭരിക്കുവാനും സാധിച്ചെന്നും മാർക്കസ് അറിയിച്ചു. ഇനി മടങ്ങാം, അതാണ് നല്ലത്. ഫ്രൈത്തസ്, അനിച്ചസ്, മഗലസ് എന്നീ 3 പേര് ഇവിടെ നിന്നും മറ്റുള്ളവർക്ക് മുമ്പേ അവർക്കറിയാവുന്ന മറ്റൊരു ഷോക്കട്ട് വഴിയിലൂടെ ഇത്തക്കുവായി നദിയുടെ തീരത്ത് എത്തിച്ചേരണം. ശേഷം അവിടെ നിന്നും വഞ്ചികൾ തയ്യാറാക്കി മറ്റുള്ളവർ, അതായത് ലാങ്ക, മാർക്കസ്, ജെറോം എന്നിവരെ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ഭാഗത്ത് വഞ്ചികളുമായിട്ട് കാത്തു നിൽക്കണം. അവർക്ക് 3 പേർക്കും പനി പിടിച്ചിട്ടില്ല, ആരോഗ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കുള്ള തമ്പുകൾ ഒഴിവാക്കി വിശ്രമമില്ലാതെ അവർക്ക് നടന്ന് ഇത്തക്കുവായി നദിക്കരയിൽ എത്തിച്ചേരുവാൻ സാധിക്കും. എന്നാൽ ലാങ്കയുടെ കാര്യം അങ്ങനെയല്ല. ഇടയ്ക്കുള്ള 9 തമ്പുകളിലും വിശ്രമിച്ച് മാത്രമേ അദ്ദേഹത്തിന് പോകുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ സംഭരിച്ച റബ്ബർ ബോളുകൾ മുഴുവൻ ചുമലിൽ കയറ്റിയിട്ട് അവർ 3 പേരും മറ്റൊരു വഴിയെ അവിടെ നിന്നും യാത്രയായി. ഇനി ലാങ്കയും ജെറോമും മാർക്കസും ഇങ്ങോട്ട് വന്ന അതേ വഴി തന്നെയാണ് മടങ്ങുക. ഇത്രയും സാധനങ്ങളും വഹിച്ചുകൊണ്ട് ഈ ദൂരം തിരികെ പോകുവാനായിട്ട് സാധിക്കുമെന്ന് ലാങ്കയ്ക്ക് പ്രത്യാശ ഉണ്ടായിരുന്നില്ല. എങ്ങനെയും തൻ്റെ ശരീരം വലിച്ചഴിച്ചുകൊണ്ടാണെങ്കിലും ഫ്ലോറസ്റ്റയിൽ കൊണ്ടെത്തിക്കണമെന്ന് മാത്രമായിരുന്നു ലാങ്കയുടെ ചിന്ത. കാട് ഇനി ഒരിക്കലും ലാങ്കയ്ക്ക് ഒരു സ്വപ്നഭൂമിയേയല്ല, ഇത് മരണഭൂമിയാണ്. ചുറ്റിനും കാണുന്ന കാട്ടുവളികളൊക്കെ ഒരു ട്രാപ്പായും ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങളുടെ പച്ചത്തഴപ്പ് വിഷമയമായ പച്ചക്കടലുമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. രക്ഷപ്പെടണം, ഇവിടെ നിന്ന് എങ്ങനെയും പുറത്തു കിടക്കണം. എന്നാൽ തിരിച്ചുള്ള യാത്രയിലെ 2ാം ദിവസം ഒരു സംഭവം നടന്നു. തമ്പ് നമ്പർ 8 അരികിൽ നിന്നും വളരെ ദൂരെയല്ലാത്ത ഒരിടത്തായിരുന്നു അവർ. തലേ രാത്രിയിൽ 8ാം നമ്പർ തമ്മിൽ കിടന്ന ശേഷം യാത്ര തുടങ്ങിയതായിരുന്നു അവർ. തമ്പ് നമ്പർ 7 ഇനി ദൂരം കുറച്ച് ബാക്കിയുണ്ട്. അന്നത്തെ ദിവസം അവരെ തികച്ചും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കൊടുങ്കാട്ടിൽ വെച്ച് ഒരു മനുഷ്യനെ അവർ നേരിൽ കണ്ടു. അയാളെ കണ്ട് ലാങ്ക ഞെട്ടിയെങ്കിലും ഈ കാട്ടിൽ പല ഗോത്ര വിഭാഗങ്ങൾ അലഞ്ഞു തിരിയുന്നുണ്ട് എന്നറിയാമായിരുന്ന മാർക്കസിനും ജെറോമിനും ആ കാഴ്ച പുതുമയുള്ളതൊന്നും ആയിരുന്നില്ല. അവരെ കണ്ടതോടെ അയാൾ അത്ഭുതത്തോടെ സാവധാനം അരികിലേക്ക് നടന്നു വന്നു.
ബ്രസീലിയൻസായ മാർക്കസിനെയും ജെറോമിനെയും കണ്ടതുകൊണ്ടാണ് അയാൾ ധൈര്യസമേതം അരികിലേക്ക് വന്നത്. ജെറോമിന് അവരുടെ ഭാഷ അറിയാമായിരുന്നു. തങ്ങൾ വീടുകളിലേക്ക് മടങ്ങുകയാണ് എന്നാണ് അവൻ അയാളോട് പറഞ്ഞത്. ജെറോം അയാളോട് പറഞ്ഞത്. കടഞ്ഞെടുത്തതുപോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു അയാളെന്നാണ് ലാംഗ പറയുന്നത്. അയാളുടെ കൈകളിൽ അമ്പുകളും വില്ലുകളും കൂടാതെ ഒരു ബ്ലോ ഗണ്ണും ഉണ്ടായിരുന്നു. അരയിലെ റബ്ബർ ബാഗിൽ വിഷപ്പൊടിയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പന മുള ഇതിൻ്റെയൊക്കെ തടി വെച്ചിട്ടാണ് ഈ ബ്ലോ ഗൺ അവർ നിർമ്മിക്കുക. ചിലപ്പോൾ 2-3 മീറ്റർ നീളം ഇതിനുണ്ടാവും. കൂർപ്പിച്ചെടുത്ത അമ്പുകളുടെ അറ്റത്ത് ചിലപ്പോൾ പിരാനയുടെ പല്ലും വെച്ചിട്ടുണ്ടാവും. ക്യുറാറി വർഗത്തിൽപ്പെട്ട ചെടിയുടെ നീരോ അതിൽ നിന്നുണ്ടാക്കിയ പൊടിയോ ആണ് അമ്പുകളുടെ അറ്റത്ത് പുരട്ടുക. ഇത് വിഷമാണ്. കുരങ്ങുകളുടെയും മറ്റും തൊട്ടരികിൽ ചെന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ ബ്ലോ ഗൺ ശക്തമായിട്ട് ഊതി അമ്പ് തൊടുത്ത് അവയെ പാരലൈസ് ചെയ്തിട്ടാണ് ഇവർ പിടികൂടുക. പടിഞ്ഞാറൻ കൊളംബിയയിലുള്ള എംബറ വർഗ്ഗക്കാരാണ് ഈ ക്യുറാറി ചെടിയുടെ പൊടിക്ക് പകരം സ്വർണ്ണ വിഷത്തവളയുടെ, അതായത് ഗോൾഡൻ പോയിസൺ ഫ്രൂഗിന്റെ ദേഹത്തുള്ള സ്രവം വിഷമായിട്ട് ഉപയോഗിക്കുന്നത്. ആമസോണിൽ വറാവണി വർഗ്ഗക്കാരാണ് ബ്ലോ ഗൺ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ലാംഗ ഇപ്പോഴുള്ള അപ്പർ ആമസോൺ ഭാഗങ്ങളിൽ അവരാണ് കൂടുതലായിട്ടും ഉള്ളത്. ഉറപ്പായിട്ടും ലാംഗയുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന മനുഷ്യൻ ഈ വൗറാണി ഗോത്രക്കാരനാണ് എന്ന് നമുക്ക് ഊഹിക്കാം. മാഞ്ചറോമോ ഗോത്രക്കാർ എന്നാണ് നമ്മുടെ ലാംഗ എഴുതിയിരിക്കുന്നത്. ഇത് തെറ്റാണ്. താൻ കേട്ട നാടൻ പേരുകൾ ലാംഗ മനസ്സിലാക്കിയതിൻ്റെ കുഴപ്പമാണ് അത്. ആ പേരിൽ ഒരു ഗോത്രം ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ ഈ വൗറാണി ഗോത്രക്കാരിൽപ്പെട്ട വേറെ ഏതെങ്കിലും ഉപവിഭാഗമാകാനായിട്ട് സാധ്യതയുണ്ട്. ജെറോം ലാംഗയോട് പറഞ്ഞത് ഇവിടെ നിന്നും ഏതാണ്ട് 24 മണിക്കൂർ ദൂരമുള്ള ഒരു സ്ഥലത്താണ് അയാളുടെ ഗ്രാമമെന്നാണ്. ഒരു ടൈപ്പറിനെ പിന്തുടർന്നാണ് അയാൾ ഇത്ര ദൂരെ ഇവിടം വരെയും എത്തിയത്. പക്ഷേ അയാൾക്കതിന് കിട്ടിയില്ല. ഇനി മടങ്ങുകയാണ്. കാട്ടിലെ ജീവിതം സ്വപ്നം കാണുമ്പോഴേക്കും ഇവിടുത്തെ ജീവിതം എത്രത്തോളം കഠിനമാണ് എന്ന് ഇത്തരം സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തും. അയാൾ വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് വിരൽ ചൂണ്ടിയിട്ട് ഇനി അങ്ങോട്ടേക്കാണ് താൻ പോകുന്നതെന്ന് അവരോട് പറഞ്ഞത്. തികച്ചും സാധുവായ നല്ലൊരു മനുഷ്യനായിരുന്നു അയാൾ. അവർ ഒരുമിച്ച് നിലത്ത് കുത്തിയിരുന്നാണ് സംസാരിച്ചത്. ആ സമയം തൻ്റെ ബ്ലോ ഗൺ തൊട്ട് നോക്കി കാണുവാനായിട്ടും നോക്കുവാനൊക്കെ ആയിട്ട് അയാളെ ലാംഗയെ അനുവദിക്കുകയും ചെയ്തു. ജെറോമാണ് ഇതിൻ്റെ ഇടയിൽ ദിഭാഷിയായിട്ട് നിന്നത്. അവരങ്ങനെ സംസാരിച്ചപ്പോഴേക്കും തന്നെ മരക്കമ്പുകളിൽ കുരങ്ങുകളുടെ കോലാഹലങ്ങൾ കേട്ടു തുടങ്ങി. അയാൾ ഉടൻ തന്നെ 3 മീറ്റർ നീളമുള്ള തൻ്റെ ബ്ലോ ഗൺ ഉയർത്തുകയും ശക്തമായിട്ട് ഊതിക്കൊണ്ട് ഒരു കുരങ്ങിൻ്റെ തുടയിൽ വിഷമുള്ള അമ്പ് കൊള്ളിക്കുകയും ചെയ്തു. ബോധം കെട്ട് താഴെ വീണ അത് ഉറങ്ങുകയാണ് എന്നാണ് ലാംഗ ആദ്യം കരുതിയത്. 5 മിനിറ്റോളം അതിൻ്റെ ഹൃദയം തുടിച്ച ശേഷമാണ് അത് ചത്തത്. വിഷമേറ്റതാണെങ്കിലും അതിനെ തിന്നുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് അയാൾ അവരോട് പറഞ്ഞത്. ആ കുരങ്ങിനെ അവർക്ക് കൊടുത്ത ശേഷം അയാൾ മടങ്ങുകയും ചെയ്തു. ആമസോണിലെ ഉൾവനങ്ങളിൽ ജീവിക്കുന്ന ഒരാൾ പുറത്തുനിന്നും വന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറിയെന്ന് നോക്കുക. തികച്ചും സൗഹൃദപരമായിട്ട് ഇടപെടുകയും അവർക്ക് ഭക്ഷണത്തിൻ്റെ കുറവുണ്ട് എന്ന് കണ്ടിട്ട് താൻ വേട്ടയാടി പിടിച്ചത് അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടാണ് അയാൾ പോയത്. എന്തായാലും ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ലാംഗയും കൂട്ടരും മടക്കയാത്ര തുടരുകയും ചെയ്തു. ഇനി അങ്ങോട്ടേക്ക് വന്നതിനേക്കാൾ വേഗത്തിലായിരുന്നു അവരുടെ മടക്കയാത്ര. കാരണം അവർ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വെട്ടിത്തെളിച്ചിട്ട പാതയിലൂടെ തന്നെയാണ് അവർ തിരിച്ചും യാത്ര ചെയ്യുന്നത്. കൂടാതെ തമ്പുകൾ നിർമ്മിക്കാനായിട്ട് ഇനി സമയം കളയേണ്ട ആവശ്യവുമില്ല. പഴയത് തന്നെയാണ് അവർ വീണ്ടും ഉപയോഗിക്കുന്നത്. ഇതിനിടെ ജെറോം പരാതികൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെ പാദങ്ങളിലും വിരൽ ഭാഗങ്ങളിലും ഒക്കെ മരവിപ്പ് തുടങ്ങിയിട്ടുണ്ട്. തൻ്റെ ആരോഗ്യം കുറഞ്ഞു വരുന്നതായിട്ട് ജെറോമിന് തോന്നി തുടങ്ങി. അനേകം വേട്ടകൾ നടത്തി ഈ സംഘത്തെ ഇത്രയും നാൾ തീറ്റിപ്പോറ്റിയ ജെറോം സാവധാനം വീഴുകയാണ് എന്ന് മനസ്സിലാക്കിയ ലാംഗയും മാർക്കസും അവനെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് കഴിവതും ശ്രമിച്ചു. പക്ഷെ കാര്യങ്ങൾ വഷളാവുകയായിരുന്നു. അവന് വേട്ടയാടുവാൻ തീരെ വയ്യുന്ന ഒരവസ്ഥയായി. ഒരു യന്ത്രം നീങ്ങുന്നത് പോലെയാണ് അവനിപ്പോൾ നടക്കുന്നത്. വിശപ്പും ദാഹവും അവർ മൂവരെയും പിടികൂടിക്കഴിഞ്ഞു. രാത്രിയോടെ അവർ ഒരു വിധത്തിൽ തമ്പ് നമ്പർ 7 എത്തിച്ചേർന്നു. അപ്പോഴും തമ്പ് നമ്പർ 8 വെച്ച് കണ്ട മനുഷ്യൻ വേട്ടയാടുത്തുന്ന കുരങ്ങിറച്ചി മാത്രമായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത്. അത് തീയിൽ ചുട്ടെടുത്ത് കഴിച്ച ശേഷം അവരെല്ലാം ഹാമക്കളിലേക്ക് കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. രാത്രിയിൽ തനിക്ക് തീരെ സുഖമില്ല എന്ന് ജെറോം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കിടന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ നടപ്പ് തുടരുകയാണ് ചെയ്തത്. അന്ന് ഉച്ച കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. ഒരു കുന്ന് കയറിയിറങ്ങിയ അവർ അത്യാവശ്യം വിസ്താരമുള്ള ഒരു വലിയ ചതുപ്പിലേക്കാണ് ഇറങ്ങിയത്. ചിലയിടങ്ങളിൽ മുട്ടുവരെയും മറ്റ് സ്ഥലങ്ങളിൽ അരയറ്റം വരെയും വെള്ളമുണ്ടായിരുന്ന വലിയൊരു ചതുപ്പായിരുന്നു അത്. മാർക്കസാണ് ഏറ്റവും മുന്നിൽ വഴി കാണിച്ച് നടന്നത്. ലാംഗയും ജെറോമും ക്ഷീണിതരായതുകൊണ്ട് തന്നെ അവർ കുറേയേറെ പിന്നിലായിട്ടാണ് ചതുപ്പിലെ വെള്ളത്തിലൂടെ നീങ്ങിയിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മുന്നിൽ നടന്നിരുന്ന മാർക്കസ് ലാംഗയ്ക്കും ജെറോമിനും കാണുവാൻ സാധിക്കാത്തത്ര മുന്നിലേക്ക് നടന്നുപോയി. തങ്ങൾക്ക് ചുറ്റിനും വെള്ളത്തിലെ ചില അനക്കങ്ങൾ കണ്ടതോടെ ലാംഗ ഭയന്നു. ആമസോണിലെ ഏറ്റവും വിഷമേറിയ പാമ്പിനങ്ങളിൽ ഒന്നായിട്ടുള്ള മുമ്പ് പറഞ്ഞ ജരാരക്ക അണലികൾ ഇത്തരം ചതുപ്പുകളിലാണ് കൂടുതലും ജീവിക്കുന്നത്. ലാംഗ ഭയന്നതുപോലെ തന്നെ അത്തരമൊരു പാമ്പ് അടുത്തുള്ള പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു. ലാംഗ മുട്ടറ്റം വരെയുള്ള ബൂട്ടുകളാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭയക്കാനൊന്നുമില്ല. എന്നാൽ മുന്നേ പോയ മാർക്കസും കൂടെയുള്ള ജെറോമും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ തൊട്ടുപുറകെ ആടി വരുന്ന ജെറോമിനോട് സൂക്ഷിക്കണം എന്ന് ലാംഗ കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു.
അവസാനം ആ ചതുപ്പ് ഒരു വിധത്തിൽ അവർ മറികടന്നു. അപ്പോൾ കുറച്ച് മാറി മുന്നിൽ മാർക്കസ് നിൽക്കുന്നത് കണ്ട് ലാങ്ക അങ്ങോട്ടേക്ക് ചെന്നു. അയാൾ മുന്നോട്ടേക്ക് കുനിഞ്ഞാണ് നിൽക്കുന്നത്. ലാങ്ക അടുത്ത് ചെന്നപ്പോഴേക്കും മാർക്കസ് നിവർന്നു നിന്നു. അയാളുടെ മുഖത്ത് ആദ്യമായിട്ട് ഭയം നിഴലിക്കുന്നത് ലാങ്ക ശ്രദ്ധിച്ചു. മാർക്കസ് തൻ്റെ വലത്തെ കാലിലേക്ക് വിരൽ ചൂണ്ടി. രക്തം പൊടിയുന്ന 2 പാടുകൾ. ജരാരക്കയുടെ ലക്ഷ്യം തെറ്റിയിട്ടില്ല. അത് കണ്ടതോടെ ലാങ്ക തളർന്ന് നിലത്തിരുന്നു പോയി. അക്കാലത്ത് ജരാരക്കയുടെ കടിയേറ്റ ഒരാളും ആമസോണിന് പുറം ലോകം കണ്ടിട്ടില്ല. തൻ്റെ വിധി മനസ്സിലാക്കിയ മാർക്കസ് നിലത്ത് കുത്തിയിരുന്നു. വിഷം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടാവാം. അയാൾ ചുറ്റിനും നോക്കി. ഇത് തൻ്റെ അവസാന കാഴ്ചയാണ്. ലാങ്ക പക്ഷെ വെറുതെ ഇരുന്നില്ല. സഞ്ചിയിൽ നിന്നും വെടിമരുന്ന് പുറത്തേക്ക് എടുക്കുവാനായിട്ട് അയാൾ ജെറോമിനോട് അലറി. ശേഷം മുറിവിൽ നിന്നും രക്തം വായ കൊണ്ട് വലിച്ചെടുത്ത് തുപ്പിക്കളഞ്ഞു. ഉടൻ തന്നെ ബാഗിൽ നിന്നും സർജിക്കൽ നൈഫ് എടുത്ത് പാമ്പ് കടിച്ച സ്ഥലത്ത് ചെറിയൊരു മുറിവുണ്ടാക്കുകയും രക്തം ഒഴുകിക്കളയുകയും ചെയ്തു. ഇതേ സമയം ജെറോം മുറിവിലേക്ക് ഗൺ പൗഡർ വാരി പൊത്തിയ ശേഷം തീപ്പെട്ടി ഒരിച്ച് അവൻ കത്തിച്ചു. ഒരു പൊട്ടിത്തെറിയോടെ തീ ആളിക്കത്തിയെങ്കിലും മാർക്കസ് ഒരു ശബ്ദം പോലും ഉണ്ടാക്കിയില്ല. പാമ്പ് കടിച്ച ഭാഗത്തെ വിഷവും കോശങ്ങളും നശിപ്പിക്കുകയും അവിടെ നിന്നുള്ള ബ്ലഡ് ഫ്ലോ തടയുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇതെല്ലാം തന്നെ പ്രാകൃതമായിട്ടുള്ള രീതികളാണ്. അന്നത്തെ സാഹചര്യത്തിൽ ആ കാട്ടിൽ അവർ തങ്ങൾക്കറിയാവുന്ന പണികളൊക്കെ ചെയ്തു നോക്കി എന്ന് കരുതിയാൽ മതി. ഇതൊക്കെ ചെയ്യുമ്പോഴും മാർക്കസ് ഒരു തരി ശബ്ദം പോലും ഉണ്ടാക്കാതെ എല്ലാം സഹിക്കുകയായിരുന്നു. ശേഷം ലാങ്കയും ജെറോമും മാർക്കസിന്റെ അരികിൽ ചേർന്നിരുന്നു. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്നും മാർക്കസ് ഉടൻ തന്നെ മരിക്കുമെന്നും അവർക്ക് 3 പേർക്കും അറിയാമായിരുന്നു. ഫ്ലോറസ്റ്റയിൽ റബ്ബർ ടാപ്പേഴ്സിന്റെ നേതാവായിരുന്നു മാർക്കസ്. എല്ലാവർക്കും പ്രിയപ്പെട്ട ആള്. ലാങ്ക കൈ അറുത്ത് മാറ്റിയിട്ട് രക്ഷപ്പെടുത്തിയ സ്ത്രീയുടെ ഭർത്താവാണ് ഈ മാർക്കസ്. കാടിനെ നന്നായി അറിയാവുന്ന മാർക്കസ് ആണ് ഇതുവരെയുള്ള സകല എക്സ്പെഡീഷനുകളും നടത്തിയിട്ടുള്ളത്. നല്ലൊരു നേതാവായിരുന്നു അയാൾ. കൂടെയുള്ള ഇത്തരം ചെറുപ്പക്കാരെ ഒരുമിച്ച് നിർത്തി ആമസോൺ വനങ്ങളിൽ റബ്ബർ മരങ്ങൾ തേടിയുള്ള ഇത്തരം യാത്രകളെക്കുറിച്ച് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭീതി നിറയും. അതൊക്കെ നേരിട്ട് നടത്തിയ മാർക്കസ് ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. പക്ഷെ തിരികെ വരുമ്പോഴുണ്ടായ ചെറിയൊരു പിശക് കാരണം വഴി തെറ്റുകയും ആ ചതുപ്പിലൂടെ യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്തത് മാർക്കസിന്റെ വിധി നിർണ്ണയിച്ചു. അന്ന് വൈകുന്നേരം മാർക്കസിന് ശ്വാസമെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം മാർക്കസ് അന്ത്യശ്വാസം വലിച്ചു. ജരാരക്കയുടെ കടിയേറ്റ് 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് മാർക്കസ് മരണപ്പെട്ടത്. അങ്ങനെ യാത്ര തുടങ്ങി 2ാം തവണ ലാങ്ക ഒരിക്കൽ കൂടി ശവക്കുഴി തോണ്ടി. ജെറോം തന്നാൽ കഴിയുന്ന സഹായമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ തീർത്തും അവശനായിരുന്നു. കുഴിയെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ലാങ്കയും നന്നെ ക്ഷീണിച്ചു. വളരെ പണിപ്പെട്ടാണ് അദ്ദേഹം ശ്വാസം എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ മാർക്കസിനെ സംസ്കരിച്ച ശേഷം ഇരുട്ടുന്നതിന് മുമ്പ് അവർ 6ാം നമ്പർ തമ്പിൽ എത്തിച്ചേർന്നു. ജെറോമിന് ലാങ്കയുടെ സഹായം കൂടാതെ നിവർന്നു നിൽക്കുവാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഏതാണ്ട് 1 മാസമായിട്ട് ഒരേ ടൈപ്പ് ആഹാരം തന്നെ കഴിച്ച് വൈറ്റമിൻ B1 അഥവാ തൈമിൻ്റെ കുറവുണ്ടാകുന്ന ബെർബറി എന്ന അസുഖമായിരുന്നു ജെറോമിനുണ്ടായിരുന്നത് എന്നാണ് ലാങ്ക കരുതുന്നത്. അതിൽ തന്നെ നെർവസ് സിസ്റ്റംസിനെ ബാധിക്കുന്ന ഡ്രൈ ബെർബറിയാണ് ഇതെന്നാണ് ലക്ഷണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ 2 പേരും ഒരു തീക്കുണ്ടം നിർമ്മിച്ച ശേഷം ഒരു വിധത്തിൽ ഹാമക്കിളിലേക്ക് കയറി കടന്നു. കഴിക്കുവാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ പനയുടെ ഇല ചവച്ചിറക്കിയാണ് അവർ ആശ്വാസം കണ്ടെത്തിയത്. അടുത്ത ദിവസം രാവിലെ കുറച്ചേറെ മിനിറ്റുകൾ പരിശ്രമിച്ച ശേഷമാണ് ലാങ്കയ്ക്ക് ഹാമക്കിൽ നിന്നും തൻ്റെ കാലുകൾ നിലത്തേക്ക് ഇറക്കി വെക്കുവാൻ പോലും സാധിച്ചത്. ജെറോമിന് അതിനും സാധിക്കാതെ വന്നപ്പോൾ അവൻ ഒരു വശത്തേക്ക് മറിഞ്ഞ് നിലത്തേക്ക് വീഴുകയാണ് ചെയ്തത്. ലാങ്ക ചെന്ന് സഹായിച്ചതിന് ശേഷമാണ് ജെറോം നിവർന്നു നിന്നത്. ഇവിടെ ഇങ്ങനെ തങ്ങിയിട്ട് കാര്യമില്ല, എത്രയും വേഗം പുറത്ത് കടന്നേ തീരൂ. പക്ഷേ തൻ്റെ സാധനങ്ങളിൽ ഒന്നുപോലും ചുമക്കുവാനുള്ള ശേഷി പാപം ജെറോമിന് ഉണ്ടായിരുന്നില്ല. ലാങ്കയുടെ സ്ഥിതിയും വിഭിന്നമായിരുന്നില്ല. ഒരു സ്വപ്നത്തിനെന്ന പോലെ 2 പേരും ആടിയാണ് നടന്നത്. അന്ന് ഉച്ചയോടെ തൻ്റെ മുതുകിൽ വലിയൊരു പാറയോ അതോ ഒരു മല തന്നെയോ ഇരിക്കുന്നതായിട്ട് പോലും ലാങ്കയ്ക്ക് തോന്നി തുടങ്ങി. അതോടുകൂടി ക്യാമറ ഉൾപ്പെടെയുള്ള സകല സാധനങ്ങളും ലാങ്ക അവിടെ ഉപേക്ഷിച്ചു. തോക്കും കോടാലിയും സിറിഞ്ചുകളും മരുന്നും മാത്രമാണ് പിന്നീട് കയ്യിൽ കരുതിയത്. അടുത്ത നിമിഷം ജെറോം നിലത്തേക്ക് കുഴഞ്ഞു വീണു. തന്നെക്കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല എന്നും വേദന അസഹനീയമാണെന്നും തന്നെ വെടിവെച്ച് കൊല്ലണമെന്നും ജെറോം ലാങ്കയോട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ഭൂമിക്ക് നനവുള്ള ആ ഭാഗത്തുനിന്ന് ലാങ്ക അവനെ ഒരു വിധത്തിൽ താങ്ങിയെടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. ശേഷം കരിയിലകൾ കൂട്ടിയിട്ടിട്ട് ഒരു ആഴി ഉണ്ടാക്കി. ജെറോം തീയുടെ അരിയിൽ മരിച്ചതുപോലെയാണ് കിടന്നിരുന്നത്. അവൻ ഇടയ്ക്കിടെ ചിരിക്കുകയും പിന്നീട് കരയുകയും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയതോടെ ലാങ്കയ്ക്ക് ഭയമായി. ലാങ്ക തീയിൽ നിന്നും ജെറോമിൽ നിന്നും കുറച്ച് മാറിയാണ് കിടന്നത്. ഇനി ഈ കിടന്ന കിടപ്പിൽ നിന്ന് ഒരിക്കലും എഴുന്നേറ്റില്ലെങ്കിലും സാരമില്ല എന്ന രീതിയിലായിരുന്നു ലാങ്കയുടെ പെരുമാറ്റം. കണ്ണുകളടച്ച് എത്ര നേരം ആ രീതിയിൽ കിടന്നുവെന്ന് ലാങ്കയ്ക്ക് ഒരു പിടിയുമില്ല. വല്ലാത്തൊരു അലർച്ച കേട്ടാണ് അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റത്. ചുറ്റിനും ഇരുട്ട് പരന്നിട്ടുണ്ട്. പക്ഷേ ആഴി അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ജെറോം കാലും കൈയും നിലത്ത് കുത്തിയിട്ട് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ വീഴ്ച് പുറത്തേക്ക് തള്ളിയാണ് നിൽക്കുന്നത്. അവൻ ഒരു കാല് മടക്കി എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ച ആ നിമിഷം തന്നെ അടിതെറ്റി മുഖം കുത്തി തീയിലേക്ക് വീണു. അതുകൊണ്ട് ഞെട്ടിപ്പോയ ലാങ്ക എഴുന്നേൽക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും നടന്നില്ല.
ഒന്നും മറിഞ്ഞു കിടക്കുവാൻ നോക്കിയെങ്കിലും അതിനും സാധിച്ചില്ല. ജെറോമിൻ്റെ ഭാഗത്തുനിന്നും ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അവൻ കമിഴ്ന്ന് കിടക്കുന്നത് മാത്രമാണ് ലാംഗയ്ക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ലാംഗയുടെ കണ്ണുകൾ സാവധാനം അടഞ്ഞു തുടങ്ങി. അയാൾ അബോധാവസ്ഥയിലായി. പിന്നീട് എപ്പോഴോ കണ്ണു തുറന്നപ്പോഴും ചുറ്റിനും ഇരുട്ട് തന്നെയായിരുന്നു. അത് അന്നത്തെ രാത്രി തന്നെയാണോ അതോ അടുത്ത രാത്രിയാണോ എന്നൊന്നും ലാംഗയ്ക്ക് മനസ്സിലായില്ല. അദ്ദേഹം ഒരു വിധത്തിൽ നിലത്ത് എഴുന്നേറ്റിരുന്നു. തീ അപ്പോഴേക്കും അണഞ്ഞിട്ടുണ്ടായിരുന്നു. കാട്ടിൽ നിന്നും ഏതോ നിശാപക്ഷി പാട്ട് പാടുന്നുണ്ട്. ജെറോം അപ്പോഴും മുഖമടച്ച് കമഴ്ന്നാണ് കിടക്കുന്നത്. ലാംഗ ഒരു വിധത്തിൽ നിലത്തുകൂടി ഇഴഞ്ഞിഴിഞ്ഞ് അവൻ്റെ അരികിൽ എത്തിച്ചേർന്നു. ശേഷം അവനെ വലിച്ച് മലർത്തിക്കിടത്തി. അവൻ്റെ മുഖത്ത് ഒന്നും തന്നെയും ബാക്കിയുണ്ടായിരുന്നില്ല. കരിഞ്ഞു വികൃതമായ ആ മുഖം കണ്ടാൽ ആരാണെന്ന് പോലും മനസ്സിലാവില്ല. രണ്ടാമതൊന്നുകൂടി ആ മുഖത്തേക്ക് നോക്കാനുള്ള ശേഷി ലാംഗയ്ക്ക് ഉണ്ടായിരുന്നില്ല. പാവം, ഈ രീതിയിലാണല്ലോ മരിച്ചതെന്നോർത്ത് ലാംഗയ്ക്ക് ദുഃഖമടക്കാനായില്ല. എന്നാൽ പെട്ടെന്ന് തന്നെ ലാംഗ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നു. ഇത് തന്നെയാണ് തന്നെയും കാത്തിരിക്കുന്നത്. ഒരു പക്ഷേ തന്നെ ജീവനോടെ തന്നെ ഒരു ജാഗ്വാർ കടിച്ചു തിന്നേക്കാം. ഭയന്നുപോയ ലാംഗ മുട്ടിലെഴിയുവാൻ തുടങ്ങി. പക്ഷേ ഈ രീതിയിൽ എത്ര നേരം മുന്നോട്ടേക്ക് പോകും? തമ്പ് നമ്പർ 7 നിന്നും ലഭിച്ച വറാവണി ഗോത്രത്തിൽപ്പെട്ട ആ മനുഷ്യൻ തന്ന കുരങ്ങിറച്ചിയാണ് ലാംഗ അവസാനം കഴിച്ച ഭക്ഷണം. അദ്ദേഹം ഫ്ലോറസ്റ്റിൽ നിന്നും ഇനിയും 100 കണക്കിന് മൈലുകൾ അകലെയാണുള്ളത്. രാത്രി മുഴുവനും ഒരു ദിശയും അറിയാതെ ലാംഗ ഇഴഞ്ഞുകൊണ്ടേയിരുന്നു. ഏത് നിമിഷവും തൻ്റെ നേർക്ക് ചാടി വീഴുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ജാഗ്വാറിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ടേക്ക് നീങ്ങിയത്. വസ്ത്രങ്ങൾ മുഴുവനും ഇതിനോടകം ശരീരത്തിൽ നിന്നും കീറി വേർപെട്ട് പോയിട്ടുണ്ടായിരുന്നു. മുള്ളുകൾക്കിടയിലൂടെയും വേരുകൾക്കിടയിലൂടെയും നിരങ്ങി നീങ്ങുന്നതുകൊണ്ട് തന്നെ ദേഹം മുഴുവനും വരഞ്ഞ് രക്തമൊലിക്കുന്ന പരുവത്തിലാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് അകലെ നിന്നും നായ്ക്കിൽ കുരയ്ക്കുന്ന ഒരു ശബ്ദം കേട്ട പോലെ ലാംഗയ്ക്ക് തോന്നി. ലാംഗ ഉടൻ തന്നെ തൻ്റെ ഇഴച്ചിലിൻ്റെ ദിശ ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് മാറ്റി. എത്ര നേരം അങ്ങനെ നിരങ്ങിയെന്ന് അദ്ദേഹത്തിന് യാതൊരു നിശ്ചയമുണ്ടായിരുന്നില്ല. ഒരു നിമിഷം ലാംഗ ഇഴച്ചിൽ നിർത്തി കൈകൾ നിലത്തുകുത്തി ഒന്ന് നിവർന്ന് നോക്കി. അപ്പോൾ കണ്ട അവ്യക്തമായ കാഴ്ച ഒരു സ്വപ്നമാണോ എന്നായിരുന്നു അദ്ദേഹം ആദ്യം ചിന്തിച്ചത്. വലിയൊരു കുടില്, അതിൻ്റെ പുറത്ത് സംസാരിച്ചു നിൽക്കുന്ന സ്ത്രീകൾ, ഓടി നടക്കുന്ന കുട്ടികൾ, കുടിലിൻ്റെ മുകളിൽ വിശ്രമിക്കുന്ന അനേകം തത്തകൾ. എന്നാൽ തൊട്ടടുത്ത നിമിഷം അത് സ്വപ്നമല്ല, യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ലാംഗ തിരിച്ചറിഞ്ഞു. ലാംഗ ആ കിടന്ന കിടപ്പിൽ കിടന്ന് ഉറക്കെ അലറി. മറുപടിയില്ല. അദ്ദേഹം സകല ശക്തിയും എടുത്ത് വീണ്ടും വീണ്ടും അലറി. അവസാനം ആരോഗ്യം നഷ്ടപ്പെട്ടതോടെ ലാംഗ തൻ്റെ ശ്രമം ഉപേക്ഷിച്ചു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നിന്ന് ഒരു നായ അങ്ങോട്ടേക്ക് ഓടി വരികയും വീണ് കിടന്നിരുന്ന ലാംഗയുടെ മുഖം നക്കിത്തുടയ്ക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം താൻ കണ്ണു തുറന്നത് 4-5 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് എന്ന് ലാംഗയ്ക്ക് പിന്നീടാണ് മനസ്സിലായത്. ലാംഗ ഇപ്പോൾ കിടക്കുന്നത് നരഭോജികളായ മഞ്ചറമോ ഗോത്രക്കാരുടെ ഗ്രാമത്തിലാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഇത് ലാംഗയ്ക്ക് തെറ്റിയതാണ്. അദ്ദേഹം ശരിക്കും വറാവണി ഗോത്രക്കാരുടെ ഗ്രാമത്തിലാണ് എത്തിയിരിക്കുന്നത്. വിശാലമായ ഒരൊറ്റ കുടിൽ മാത്രമാണ് ഇവരുടെ ഗ്രാമത്തിൽ ഉണ്ടാവുക. വലിയ ഉയർന്ന മേൽക്കൂരയാണ് ഇതിനുള്ളത്. ഗ്രാമവാസികളെല്ലാം ഈ ഒരു ഭീമൻ കുടിലിൻ്റെ ഉള്ളിലാണ് താമസിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഓരോരുത്തർക്കും കിടക്കുവാനായിട്ട് പ്രത്യേകം സ്ഥലങ്ങൾ ഉണ്ടാവും. ആണുങ്ങൾ ഹാമക്കുകളിലും സ്ത്രീകളും കുട്ടികളും നിലത്തുമാണ് കിടക്കുക. അത്തരം വലിയൊരു കുടിലിൻ്റെ ഒരു മൂലയിലെ ഹാമക്കിലാണ് അവർ ലാംഗയെ കിടത്തിയിരിക്കുന്നത്. പ്രായമുള്ള ഒരു സ്ത്രീ അരികിൽ വന്ന് എന്തോ ഒന്ന് കുടിക്കുവാനായിട്ട് കൊടുത്തതോടെ ലാംഗ വീണ്ടും ഉറങ്ങിപ്പോയി. ഏതാണ്ട് 15 മീറ്ററോളം ഡയമീറ്റർ ഉണ്ടായിരുന്ന ആ വലിയ കുടിലിൽ രാത്രി 100 കണക്കിന് ആളുകളാണ് ഉറങ്ങാനായിട്ട് എത്തിയിരുന്നത്. പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് ആകെ ഒരേ ഒരു വാതിൽ മാത്രമാണ് ഉള്ളത്. കൂടാതെ പനയോല കൊണ്ട് നിർമ്മിച്ചിരുന്ന മേൽക്കൂരയിലും വാതിൽ പോലെ എന്തോ ഒന്ന് ഉണ്ടായിരുന്നു. അതെന്താണ് എന്ന് ലാംഗയ്ക്ക് മനസ്സിലായില്ല. അകത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. വൈകിട്ട് നേരം ഇരുട്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകൾ കുടിലിൻ്റെ ഉള്ളിൽ കിടക്കുകയും വാതിൽ അടയ്ക്കുകയും ചെയ്യും. പിറ്റേ ദിവസം മുതൽ 2 പേരുടെ സഹായത്തോടെ ലാംഗയ്ക്ക് കുടിലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുവാനായിട്ട് സാധിച്ചു. അവർക്ക് ലാംഗ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ലാംഗ പുറത്തുനിന്നും വന്ന ആളാണെന്നും കാട്ടിൽ ഒറ്റപ്പെട്ടു പോയതാണെന്നും അവർക്ക് പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 5 ആഴ്ചകളാണ് ലാംഗ അവരുടെ കൂടെ കഴിഞ്ഞത്. അവരുടെ കൂട്ടത്തിൽ പനി പിടിച്ച് അവശരായ ഒരാളെ പോലും കണ്ടെത്തുവാനായിട്ട് ലാംഗയ്ക്ക് സാധിച്ചില്ല. മുമ്പ് പറഞ്ഞതാണ്, സിങ്കോണ മരത്തിന്റെ തൊലിയും നീരും മലമ്പനിക്കുള്ള മരുന്നാണെന്ന് ഇവർക്കറിയാമായിരുന്നു. കൂടാതെ ബെറുബെറി പിടിക്കാതിരിക്കാനുള്ള ക്രമമായ ഭക്ഷണ രീതിയും ഇവർക്കുണ്ടായിരുന്നു. ബ്ലോഗൺ ഉപയോഗിച്ച് വേട്ടയാടി കിട്ടുന്നതൊക്കെ തുല്യമായിട്ടാണ് അവർ വീതം വെച്ചിരുന്നത്. ഇതിനിടെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ലാംഗ തിരിച്ചറിഞ്ഞു. മുമ്പ് കാട്ടിൽ വെച്ച് കാണുകയും ഇവർക്ക് ബ്ലോഗൺ ഉപയോഗിച്ച് കുരങ്ങിറച്ചി വേട്ടയാടി കൊടുക്കുകയും ചെയ്ത ആളായിരുന്നു അത്. അയാളെ ഗ്രാമത്തിലേക്ക് തന്നെയാണ് വഴിതെറ്റിയ ലാംഗ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരിക്കൽ ലാംഗ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു അരുവിയുടെ തീരത്തേക്ക് നടന്നുപോയി. ആ അരുവിയിൽ നിന്നും വെള്ളം കുടിക്കുവാനായിട്ട് തുനിഞ്ഞ ലാംഗയെ പക്ഷേ അവർ തടഞ്ഞു. അവർ വെള്ളത്തിൽ വിഷം കലക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് പെറൂവിയൻ റബ്ബർ മാഫിയ ഇടയ്ക്കിടെ വന്നു പോകുന്നുണ്ട്. അവർ പലപ്പോഴും ഇവരോട് ഏറ്റുമുട്ടാറുണ്ടായിരുന്നു. അവർക്കുള്ള പണിയാണ് വെള്ളത്തിലെ ഈ വിഷം കലക്കൽ. ലാംഗ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന നാളുകളിൽ പെറൂവിയൻ റബ്ബർ വേട്ടക്കാരുടെ ഇത്തരം ഒരു ആക്രമണം നേരിൽ കണ്ടതുകൊണ്ടാണ്
അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ പിടികിട്ടിയത്. ലാങ്ക ഇക്കൂട്ടത്തിൽപ്പെട്ട ആളല്ല എന്നും ഇദ്ദേഹം മറ്റൊരു ദിക്കിൽ നിന്നും മറ്റൊരു കൂട്ടത്തിൽ നിന്നാണ് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാട്ടിൽ വെച്ച് അവർ മുമ്പ് കണ്ട ആള് ഈ ഗ്രാമവാസികൾ പറഞ്ഞിരുന്നുകൊണ്ടാണ് ലാങ്ക ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഒരിക്കലും 2 പെറൂവിയൻസ് ഇവരൊരുക്കിയ ഒരു കെണിക്കുഴിയിൽ വീണുപോയി. രാത്രി മുഴുവനും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്ന അവരെ രാവിലെ തന്നെ ഈ ഗോത്രവർഗ്ഗക്കാർ കണ്ടെത്തുകയും അമ്പെയ്ത് വധിക്കുകയും ചെയ്തു. അവസാനം ലാങ്ക പൂർണ്ണമായിട്ടും ആരോഗ്യവാനായതോടെ അവർ അദ്ദേഹത്തെ കൊണ്ടുവിടുവാൻ തന്നെ തീരുമാനിച്ചു. മുമ്പ് മരിച്ചുപോയ നമ്മുടെ ജെറോം കാട്ടിൽ വെച്ച് കണ്ട ആ മനുഷ്യനോട് പറഞ്ഞതനുസരിച്ചിട്ട് ഏത് ഭാഗത്താണ് ലാങ്കയെ കൊണ്ടുചെന്ന് ആക്കേണ്ടത് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചെറിയ മഴയുള്ളൊരു പ്രഭാതമായിരുന്നു അത്. കീറിപ്പറഞ്ഞ തൻ്റെ കാക്കി പാൻറ്റും അരയിൽ വലിച്ചു കയറ്റി ലാങ്ക മടങ്ങുവാൻ തയ്യാറായി. തന്നെ പരിചരിച്ച എല്ലാവരോടും ആംഗ്യഭാഷയിൽ നന്ദി അറിയിച്ച ശേഷം ലാങ്കയും മറ്റുള്ളവരും അടുത്തുള്ള നദി ലക്ഷ്യമാക്കി യാത്രയായി. പോകുന്നതിന് മുമ്പ് ലാങ്കയെ ആദ്യമായിട്ട് കണ്ടെത്തി മുഖം നക്കിയെടുത്ത നായ ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ അരിയിലേക്ക് ഓടിയെത്തി സ്നേഹം പ്രകടിപ്പിച്ചു. ബ്രാങ്കോ നദിയുടെ അരികിലേക്കാണ് അവർ ലാങ്കയെ കൊണ്ടു ചെന്നാക്കിയത്. അവിടെ അടുത്ത് നമ്മുടെ ഫ്ലോറസ്റ്റ സെറ്റിൽമെൻറ്റ് പോലെ ബ്രസീലിയൻ റബ്ബർ സെറ്റിൽമെൻറ്റ് മറ്റൊരെണ്ണം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന് വളരെ മുമ്പ് തന്നെ ഈ വൗറാണി വർഗ്ഗക്കാർ ലാങ്കയോട് യാത്ര പറഞ്ഞിട്ട് മടങ്ങുകയും ചെയ്തു. കേണൽ മായ എന്നൊരാളുടെ സെറ്റിൽമെൻ്റ് ആയിരുന്നു അത്. ലാങ്കയുടെ കഥ കേട്ട അയാൾ ലാങ്കയ്ക്ക് തിരികെ പോകുവാനായിട്ട് ഒരു തോണിയും തുഴയുവാനായിട്ട് ആളുകളെയും കൊടുത്തു. അവർ ബ്രാങ്കോ നദിയിൽ നിന്നും പഴയ ഇത്തക്കുവായ് നദിയിലേക്ക് തോണി തുഴയുകയും അവസാനം ലാങ്കയെ ഫ്ലോറസ്റ്റയിൽ എത്തിച്ച ശേഷം മടങ്ങുകയും ചെയ്തു. തൻ്റെ ഭർത്താവിനെയും കാത്തിരുന്ന മാർക്കസിന്റെ ഭാര്യ അദ്ദേഹം മരിച്ചതറിഞ്ഞ് തകർന്നുപോയി. ലാങ്ക കൈമുറിച്ച് രക്ഷപ്പെടുത്തിയ സ്ത്രീയായിരുന്നു അത്. ജെറോമിനും ആദ്യം മരണപ്പെട്ട ബ്രോബോയ്ക്കും ബന്ധുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മാർക്കസും ജെറോമും ഫ്ലോറസ്റ്റയിലെ ആളുകൾക്ക് ഇഷ്ടമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സെറ്റിൽമെൻറ്റിലാകെ ദുഃഖം തളം കെട്ടി. എന്നാൽ ലാങ്കയ്ക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ കൂട്ടത്തു നിന്നും ഷോർട്ട് കട്ട് ചാടി മുന്നേ യാത്ര തിരിച്ചിരുന്ന ആ 3 പേര്, ഫ്രൈത്തസ്, അനിച്ചസ്, മഗല്ലസ് എന്നീ ഈ 3 ആളുകൾ സുരക്ഷിതമായിട്ട് തന്നെ ഫ്ലോറസ്റ്റയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവർ തോണികളൊക്കെ ആയിട്ട് അനേക ദിവസങ്ങൾ ഇത്തക്കുവായ് നദിയുടെ തീരത്ത് മാർക്കസ് എത്തിച്ചേരുമെന്ന് പറഞ്ഞിരുന്ന സ്ഥലത്ത് കാത്തു നിന്നതാണ്. ആരെയും കാണാതിരുന്നുകൊണ്ട് തന്നെ അവർക്ക് അപകടം മണത്തു. അങ്ങനെ അവസാനം ഹെമാച്ചെ ജമാലിസിലേക്കുള്ള ബോട്ട് ഫ്ലോറസ്റ്റിൽ എത്തിച്ചേർന്നു. ലാങ്ക സകലരോടും യാത്ര പറഞ്ഞ ശേഷം ബോട്ടിൽ കയറി. ഇനി ഒരിക്കലും ഇങ്ങോട്ടൊരു മടങ്ങി വരവ് ഉണ്ടാവില്ല. ജീവിതകാലം മുഴുവനും ഓർക്കാനുള്ളത് ഇപ്പോൾ തന്നെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. തൻ്റെ എസ്റ്റേറ്റിൻ്റെ അതിർത്തി കഴിയുന്നതുവരെയും ഡസിൽവ ബോട്ടിൽ തന്നെ ലാങ്കയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ശേഷം അദ്ദേഹം സ്വന്തം ബോട്ടിലേക്ക് മാറി. താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, താമസിക്കാം. ബോട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് ഡസിൽവ ലാങ്കയോട് പറഞ്ഞത് ഇതാണ്. അവസാനം ലാങ്ക സകല തിന്മകളും വന്ന് അവസാനിക്കുന്ന ഹെമാച്ചെ ജമാലിസിൽ എത്തിച്ചേർന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ആദ്യ വരവിൽ ആമസോൺ ബോട്ടിൽ താൻ അവസാനം വന്നിറങ്ങിയ എക്സ്പെറൻസയിൽ ലാങ്ക എത്തിച്ചേർന്നു. അവിടെ ആ പോസ്റ്റിന്റെ അധികാരിയായിട്ടുള്ള മോണ്ടേറോയുടെ കൂടെ 5 ദിവസങ്ങൾ ആമസോൺ ബോട്ട് വരുന്നതും കാത്ത് ലാങ്കയ്ക്ക് അവിടെ കിടക്കേണ്ടി വന്നു. ഇതേസമയം മലേറിയ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ആക്രമിച്ചു. അവസാനം RMS നാപ്പോ എന്ന ആമസോൺ സ്റ്റീം ബോട്ടിന്റെ ശബ്ദം കേട്ടതോടെ ലാങ്കയ്ക്ക് ആശ്വാസമായി. ആ ബോട്ടിലെ ഒരു ഹാമക്കിൽ കയറി കൂടിയ അദ്ദേഹം വീണ്ടും ദിവസങ്ങളോളം പനി പിടിച്ചു കിടന്നു. നദിയുടെ ഇരുവശങ്ങളിലുമുള്ള വനങ്ങൾ പിന്നിലേക്ക് പോയി മറയുന്നത് അവ്യക്തമായിട്ട് മാത്രമാണ് ലാങ്ക കണ്ടത്. അവസാനം ആമസോൺ വനങ്ങൾ അകന്നകന്ന് പോയി തുടങ്ങി. നീണ്ട 22 ദിവസങ്ങൾ ലാങ്ക അതേ കിടപ്പ് തുടർന്നു. എങ്കിലും ആരോഗ്യം ഭേദമായി വരുന്നുണ്ടായിരുന്നു. അവസാനം ന്യൂജേഴ്സിയിലെ സാൻഡി ഹുക്ക് ലൈറ്റ് ഹൗസ് മുന്നിൽ തെളിഞ്ഞതോടെ ലാങ്ക 2 കാലുകളിൽ എഴുന്നേറ്റ് നിന്നു. നടത്തി. ഇനി തനിക്ക് വിശ്രമിക്കാം. ഗുഡ് ബൈ ആമസോൺ. ഒക്കെ അലഗോൾ ലാങ്ക തന്നെ എഴുതിയ ഇന്ത്യ ആമസോൺ ജംഗിൾ എന്ന ബുക്കാണ് 4 ഭാഗങ്ങളുള്ള ഈ വീഡിയോ സീരീസിന്റെ പ്രധാന റെഫറൻസ്. അതിൽ തന്നെ ഒട്ടനവധി തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ലാങ്കയ്ക്ക് താൻ നേരിൽ കണ്ട പലതും മനസ്സിലാക്കാനായിട്ട് അക്കാലത്ത് പറ്റാതിരുന്നുകൊണ്ട് സംഭവിച്ചതാണിത്. ഈ യാത്രയിൽ ലാങ്ക കണ്ട ജീവികൾ, മരങ്ങൾ, പക്ഷികൾ ഇതൊക്കെ ലാങ്കയുടെ വിവരണങ്ങളിൽ നിന്നും ഏതൊക്കെയാണ് എന്ന് നമ്മൾ സ്വയം കണ്ടെത്തിയതാണ്. അതുപോലെ തന്നെ അക്കാലത്ത് താൻ എഴുതിയ പുസ്തകം കൂടുതൽ വിറ്റുപോകാനുള്ള സകല തന്ത്രങ്ങളും ലാങ്ക പയറ്റിയിട്ടുണ്ട്. താൻ അകപ്പെട്ടു പോയ കാട്ടിലെ മഞ്ചറോമ ഗോത്രക്കാർ നരഭോജികളായിരുന്നു എന്ന പരാമർശം അതിന്റെ ഉദാഹരണമാണ്. അക്കാലത്ത് നരഭോജി എന്ന വാക്ക് പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അത് കൂടുതൽ വിറ്റഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പുസ്തകത്തിൽ അത്തരം ഒരു സംഭവം പോലും ലാങ്ക കണ്ടതായിട്ട് എഴുതിയിട്ടുമില്ല. മുമ്പ് പറഞ്ഞതുപോലെ മഞ്ചറോമ എന്ന പേര് തന്നെ ലാങ്കയ്ക്ക് പറ്റിയ മറ്റൊരു പിശകാണ്. അവർ ശരിക്കും വൗറാണി ഗോത്രക്കാരാണ്. 1961 ലാങ്ക മരണപ്പെടുന്നത്. ഇന്ത്യ ആമസോൺ ജംഗിൾ എന്ന ലാങ്കയുടെ ബുക്ക് കൂടാതെ 1912 ബ്രസീൽ ദ ലാൻഡ് ഓഫ് റബ്ബർ എന്ന ബുക്കും ദ റബ്ബർ ഇൻഡസ്ട്രി ഓഫ് ദി ആമസോൺ ആൻഡ് ഹൗ ഇറ്റ് സൂപ്പർമസി ക്യാൻ ബി മെയിൻറ്റെയിൻഡ് എന്ന ഒരു ബുക്കും കൂടെ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ബുക്കുകളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഗ്രീൻ ഹെൽ എന്ന് പറഞ്ഞ ഈ ഒരു വീഡിയോ സീരീസിന് വേണ്ടിയിട്ട് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളത്. ഒരിക്കലെങ്കിലും ഈ ബുക്കുകളൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചാപ്റ്ററെങ്കിലും നിങ്ങൾ വായിച്ചാൽ മാത്രമേ എത്രത്തോളം അഡീഷണൽ വിവരങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ വീഡിയോസിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്
എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. സ്വന്തമായിട്ട് അജണ്ടകളൊന്നും കുത്തിത്തിരുകാതെ വേറൊന്നും ഇതിനകത്തേക്ക് കയറ്റാത്തത് കൊണ്ടാണ് ധൈര്യമായിട്ട് റെഫറൻസ് ബുക്കുകൾ പറയാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. ഒരു റെഫറൻസും പറയാതെ ആളുകളെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ താൻ പറയുന്നത് ശരിയാണ് എന്ന് വരുത്തി തീർത്ത് വീഡിയോ ഇടുന്നത് വളരെ എളുപ്പമുള്ള ഒരു പണിയാണ്. നമ്മുടെ ഈ വീഡിയോകളിൽ കാണുന്നത് പോലെ ലളിതമായിട്ടും ഒഴുക്കോടെയൊന്നും അല്ല ഒരു പരിവേഷകനും ബുക്കുകൾ എഴുതിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ജ്ഞാനവുമില്ലാതെ അനാവശ്യമായിട്ട് കുറ്റം പറയുന്നവരുടെ എണ്ണം കൂടി വരുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോൾ പറയേണ്ടി വന്നത്. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ചിട്ട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഒക്ടോബർ 13 വരെയാണ് നിങ്ങൾക്ക് ആ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം ഉണ്ടായിരിക്കുക. ഇനി വെറും 5 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. സമയം കുറവാണ്. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.